സെമിനാറിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ജോൺ ജോർജ് അവർകൾ, വളരെ നേരത്തെ പരിചയപ്പെടുവാനിടയായി തീർന്ന ലാലി ഫിലിപ്പ് അവർകൾ, അതേപോടൊപ്പം ഞങ്ങളുടെ സെമിനാരിയിൽ പഠിച്ച ബെൻസൻ, അനുഗ്രഹീതനാകുന്ന അധ്യാപകൻ, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ നാട്ടുകാരനും എൻ്റെ കുടുംബത്തിൻ്റെ സുഹൃത്തും എൻ്റെ അങ്കിൾ സുധീർ കുറുപ്പിൻ്റെ ഒക്കെ അടുത്ത ബന്ധമുള്ള ഞങ്ങളുടെ കുടുംബ സുഹൃത്തായ ബഹുമാന്യ മുളവന മോഹൻദാസ് പാസ്റ്റർ, എനിക്ക് വളരെ സുപരിചിതമാകുന്ന സ്പിരിച്വൽ ഹാർപ്പിലെ പ്രിയ കൊച്ചുമോനച്ചായൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, കീബോർഡ് കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യ ദേവദാസൻ, അദ്ദേഹം ഞങ്ങളുടെ 50 വർഷം പൂർത്തിയാകുന്ന ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി മണക്കാലയിലെ ആദ്യകാലം മുതലുള്ള ഫിലിപ്പ് സാറിൻ്റെ മകനാണ്. അങ്ങനെ ഒട്ടനവധി പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രികാലം കാണാൻ കഴിയുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതേപോലെ ഈ യോഗം ഇവിടെ ക്രമീകരിക്കുന്ന ജെഫി മാത്യു അവർകളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അങ്ങനെ ഈ ഓഡിറ്റോറിയത്തിലായിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ദൈവദാസന്മാർക്കും കർത്താവിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് പലർക്കും എന്നെ സുപരിചിതനല്ല എന്ന് എനിക്കറിയാം. എൻ്റെ പേര് ബിജു കൃഷ്ണൻ. ഇന്ന് വെനിസ്തോത്രം ഇവിടെ കടന്നു വരേണ്ടുന്നത് ബഹുമാന്യനാകുന്ന പോൾ ഗോപാലകൃഷ്ണൻ അവർകളാണ്. ഞങ്ങളുടെ ആദ്യത്തെ പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. ഞങ്ങളുടെ 2 സർനെയിം തുല്യമാണ്, 2 പേരും കൃഷ്ണന്മാരാണ്. എന്തായാലും ഞങ്ങൾക്ക് കർത്താവിനെ ഉയർത്തുവാൻ ലഭിക്കുന്ന ഒരു ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. കരമുയർത്തി കർത്താവിൻ്റെ ഒരു മഹത്വം പറഞ്ഞാട്ടെ. ആമേൻ, സ്തോത്രം. ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാകുന്ന ശാസ്താംകോട്ട ദേശത്ത് നിന്നാണ് ഇന്ന് പകൽക്കാലം ഇവിടേക്ക് കുറച്ചുകൂടെ കടന്നു വരുവാനിടയായി തീർന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. അവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. കാണാനൊക്കെ സുന്ദരമായൊരു നാടാണ്. അതുമാത്രമല്ല, ശൂരനാട് സൗത്ത് പഞ്ചായത്ത്, നോർത്ത് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വിപ്ലവങ്ങളുടെ നാടാണ്. കയ്യൂർ, കരിവള്ളൂർ, വയലാർ, കൂത്തുപറമ്പ്, പുന്നപ്പറ, ശൂരനാടൊക്കെ കമ്മ്യൂണിസത്തിൻ്റെ ഇറ്റലങ്ങളാണ്. കയ്യൂരിലും കരിവല്ലൂരിലും വയലാറിലും കൂത്തുപറമ്പിലും പുന്നപ്പറയിലും ശൂരനാട്ടുമൊക്കെയാണ് കമ്മ്യൂണിസത്തിൻ്റെ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാനിടയായി തീർന്നത്. ഉയരി പതാകെ, പാറു പതാകെ, വാനിൽ ഉയർന്നു പറക്കു പതാകെ, ചോര തരാം, നീര് തരാം, ജീവൻ വേണയിൽ നൽകിയിടാം എന്ന് പറയുക മാത്രമല്ല, സ്വന്തം ചങ്കിലെ ചോര കൊണ്ട് ചെങ്കുങ്കുമ പതാകയിലെ കടും ചുവപ്പിനെ ചുവപ്പിച്ച ധീര രക്തസാക്ഷികളുടെ മണ്ണാകുന്ന ശൂരനാടിൻ്റെ മണ്ണിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഒരാൾ പോലും ഓർത്തഡോക്സുകാരോ മർത്തോമക്കാരോ CSIക്കാരോ ഇവാഞ്ചലിസ്റ്റുകളോ പെന്തിക്കോസുകാരോ ആരുമില്ലാത്ത ശൂരനാട് സൗത്ത് പഞ്ചായത്തിൻ്റെ അവസാനത്തെ 3 വാർഡായിക്കുന്ന മിഞ്ചക്കാട്, തൃക്കുന്നപ്പുഴ എന്നറിയപ്പെടുന്ന ദേശങ്ങളിൽ നിന്ന് ഒരു ഹിന്ദു NSS കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് ആരെയും വെല്ലുവിളിക്കുവാനല്ല, എൻ്റെ അരുമനാഥനാകുന്ന കർത്താവിനെ, എൻ്റെ പരമപിതാവാകുന്ന എൻ്റെ പരമേശ്വരനാകുന്ന നല്ല ദൈവത്തെ സ്തുതിപ്പാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നതോർത്ത് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. കരമുയർത്തി കർത്താവിന് ഒരു മഹത്വം പറഞ്ഞാട്ടെ. ആമേൻ, സ്തോത്രം. ക്രിസ്ത്യാനികൾ ആരുമില്ലാത്തൊരു വാർഡിൽ നിന്ന് മന്നം മെമ്മോറിയൽ NSS കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ചിന്തയുണ്ടാകും, ഇത് മതം മാറ്റമാണോ പേരുമാറ്റമാണോ എന്നൊക്കെ. ബഹുമാനാകുന്ന പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്ററുടെ സഭയിലെ നീണ്ട 7 വർഷങ്ങൾ എനിക്കൊരു ശുശ്രൂഷകനായിട്ടൊക്കെ ഇരിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. ഇപ്പം മണക്കാല സെമിനാരിയിൽ ഞാൻ പഠിപ്പിക്കുന്നു, അതൊക്കെയുണ്ട്. അപ്പോൾ ആമേൻ, സ്തോത്രം. ആരും ചിന്തിക്കരുത് മതം മാറ്റമോ പേരുമാറ്റമോ ഒന്നും ആകണമെന്ന്. മതമൊക്കെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ കടന്നു വരിക. എന്നോടൊപ്പം ഞങ്ങളുടെ ശൂരനാട്ട ഭവനത്തിൻ്റെ എൻ്റെ കബോർഡിൽ എൻ്റെ SSLC ബുക്കുണ്ട്. അവിടെ എൻ്റെ മതം നിങ്ങൾക്ക് കാണാം. ഹിന്ദു നായർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഞാൻ മാറിയിട്ടില്ല, ബിജു കൃഷ്ണൻ. ആമൻ, ബിനു കൃഷ്ണൻ, സുധീർ കുറുപ്പ്, അങ്ങനെ കുറുപ്പന്മാർ ഏകദേശം ഒരു 25-30 കുറുപ്പ് കുടുംബാംഗങ്ങൾ അവനായിക്കുന്ന ദേശത്ത് ഈ സത്യസുവിശേഷത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്, ഈ ക്രിസ്തുവിൻ്റെ ഭാഗമാകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, അവൻ 4 ചുവരുകളിൽ ഒതുങ്ങുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തല്ല. ആമൻ, സ്തോത്രം. ഞങ്ങളുടെ ഭഗവാനാകുന്ന ക്രിസ്തുവിനെ, ആമൻ, പരബ്രഹ്മമാകുന്ന ക്രിസ്തുവിനെ, പരമാനന്ദമാകുന്ന ക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നാഥനും ദൈവവുമായി പ്രതിഷ്ഠിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്. സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിനൊരു മഹത്വം പറഞ്ഞാട്ടെ. അതുമാത്രമല്ല, ഞാനൊരു ഇന്ത്യക്കാരനാണ്, പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. സ്തോത്രം. ഒരു ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരു പ്രിയപ്പെട്ടവനാണ് ഞാൻ. അന്നും ഇന്നും ഞങ്ങളുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തന്നെയാണ്, മാറ്റമില്ല. ഒരു ഇന്ത്യൻ പൗരനാകുന്ന എനിക്ക്
ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഡോക്ടർ BR അംബേദ്കറും എഴുതപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 ഒരു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ആമൻ കമ്പൽഷൻ ഇല്ലാതെ ഏൽവിൽ വിശ്വസിക്കുവാനും അത് കമ്പൽഷൻ ഇല്ലാതെ ആമൻ സ്വാതന്ത്ര്യത്തോടെ പറയുവാനും കഴിയുന്ന ആമൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു മൗലിക അവകാശമുള്ളൊരു പൗരനായതുകൊണ്ട് അവൻ കേരളത്തിൻ്റെ മണ്ണിൽ ഇങ്ങനെ എൻ്റെ യേശുവിനെ ഉയർത്തുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. കരമുയർത്തി കർത്താവിൻ്റെ ഒരു മഹത്വം പറഞ്ഞാട്ടെ. ആമൻ എൻ്റെ നാട്ടിൽ ആദ്യമായി സത്യസുവിശേഷത്തിൻ്റെ ഭാഗമായത് മോഹൻദാസ് പാസ്റ്ററൊക്കെ അറിയുന്ന എൻ്റെ അങ്കിൾ സുധീർ കുറുപ്പാണ്. NSSൻ്റെ മന്നം മെമ്മോറിയൽ NSSൻ്റെ ഒരു സീനിയർ മെമ്പറായിരുന്ന NC പിള്ള എന്നറിയപ്പെടുന്ന എൻ്റെ മുത്തശ്ശൻ, അദ്ദേഹത്തിൻ്റെ 3 പെൺമക്കൾ, അവസാനത്തെ മകൻ സുധീർ കുറുപ്പ്. അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ വെച്ചാണ് ഈ സത്യസുവിശേഷത്തിൻ്റെ ഭാഗമാകുവാൻ ഇടയായി തീർന്നത്. നോർത്ത് ഇന്ത്യയിൽ സത്യസുവിശേഷം അദ്ദേഹത്തോട് പങ്കുവെച്ചത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. പന്തളത്തിന് തൊട്ടടുത്തുള്ള തിരുവല്ല എന്നറിയപ്പെടുന്ന സ്ഥലത്തെ ആമൻ ഒരു തറവാടിയായിരുന്ന ഒരു NSSകാരൻ, ആമൻ മണിക്കുട്ടൻ പിള്ള എന്നറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ, മദ്യവും മയക്കുമരുന്നുകളും കുടുംബ തകർച്ചകളും നേരിട്ട സ്വരാജ് മസ്ഡി എന്നറിയപ്പെടുന്ന ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ എല്ലാം തകർന്ന് ക്രിസ്തുവിൽ അഭയം പ്രാപിച്ചപ്പോൾ പ്രത്യാശ കൊണ്ട് നിറച്ച ദൈവം അദ്ദേഹത്തെ രക്ഷിക്കുവാനിടയായി തീർന്നു. മദ്യവും മയക്കുമരുന്നുകളും കുടുംബ തകർച്ചകളും അദ്ദേഹത്തെ കാർന്നു തിന്നപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തെ തേടി വന്ന് ആമൻ ഈ സത്യസുവിശേഷം അനേകരോട് പറയുവാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. അദ്ദേഹമാണ് എൻ്റെ അങ്കിൾ സുധീർ കുറുപ്പിനോട് ഈ സത്യസുവിശേഷത്തെ പങ്കുവയ്ക്കുവാനിടയായി തീർന്നത്. നീണ്ട 10 വർഷങ്ങൾ ഞങ്ങൾ ആരും അറിയാതെ അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിട്ട് തുടർന്നു. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ശൂരനാടിൻ്റെ മണ്ണിൽ ക്രിസ്ത്യാനികൾ ആരുമില്ലാത്ത ഞങ്ങൾ കുറുപ്പന്മാരും കുറച്ച് മുസ്ലിം സഹോദരങ്ങളും തിങ്ങിപ്പാർക്കുന്ന മണ്ഡലത്തിലേക്ക് കടന്നു വന്ന് ഈ സത്യസുവിശേഷം ഞങ്ങളോട് പറയുവാൻ അദ്ദേഹം കാണിച്ച ധൈര്യത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രി ഈ യോഗങ്ങൾ സ്തോത്രം ആരെയും വെല്ലുവിളിക്കുവാനല്ല, കർത്താവായ യേശുവിനെ ഉയർത്തുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പറയുകയാണ്. മതമോ വർഗമോ വർണ്ണമോ എന്തുമാകട്ടെ, നമുക്ക് ധാരണം ചെയ്യുന്ന സമാധാനം നൽകുന്ന ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. 1 തീമോഥെയോസ് 1:1-2 വാക്യങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞാൻ കടന്നു പോകുകയാണ്. നമ്മൾ ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്: നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിൻ്റെയും കൽപ്പന പ്രകാരം യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനാകുന്ന തീമോഥെയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. കരമുയർത്തി കർത്താവിൻ്റെ ഒരു മഹത്വം പറഞ്ഞേ ആമൻ. ഇന്ന് രാത്രി വാക്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു. 1 തീമോഥെയോസ് 1:1-2. നമ്മുടെ രക്ഷിതാവായ ദൈവം, കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ക്രിസ്തു നമ്മുടെ രക്ഷിതാവായ ദൈവമാണ്. ആമൻ. അവൻ നമ്മുടെ പ്രത്യാശയാണ്. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ക്രിസ്തു നമ്മുടെ പ്രത്യാശയാണ്. അവൻ ആ ദൈവത്തിൽ നിന്നാണ് നമുക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകുന്നത്. ആമൻ സ്തോത്രം. ആദ്യം സ്തോത്രം ഞാൻ ഇതിൻ്റെ ചുറ്റുപാടൊന്ന് പറയട്ടെ. ഇത് എഴുതിയത് പൗലോസ് എന്നറിയപ്പെടുന്ന അതിശക്തനായ ഒരു ദൈവത്തിൻ്റെ ദാസനാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പൗലോസ് എന്നറിയപ്പെടുന്ന ദൈവത്തിൻ്റെ ഭൃത്യൻ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു വേളയിലാണ് ഇത് എഴുതുവാനിടയായി തീർന്നത്. തന്നെ വെട്ടുവാനുള്ള, തൻ്റെ തലയിറക്കുവാനുള്ള റോമൻ ഗവൺമെൻറ്റിൻ്റെ വാളിൻ്റെ മൂർച്ച കൂട്ടുന്ന ശബ്ദം തൻ്റെ കാതുകളിൽ അലയടിക്കുമ്പോൾ കിടങ്ങ് പോലെയുള്ള ആഴത്തിലുള്ളൊരു കുഴിയിൽ സ്തോത്രം ഒരു കാരാഗ്രഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു ചെറിയ വെളിച്ചത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കൈകളൊക്കെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കാലുകളൊക്കെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും തൻ്റെ മുമ്പിലുള്ള ചർമ്മലിഖിതങ്ങളിൽ സ്തോത്രം തൻ്റെ മരണത്തിന് ശേഷം തൻ്റെ നിജപുത്രനാകുന്ന താൻ ക്രിസ്തുവിലേക്ക് നടത്തുന്ന തീമോഥെയോസിനോട് നീ വിശ്വാസത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് വളരെ ദൃഢതയോട് അക്കമിട്ട് നിരത്തുന്നൊരു ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രി നമുക്ക് സംസാരിപ്പാൻ ഇടയാകുന്നത്. അതിൻ്റെ മധ്യത്തിൽ പൗലോസ് ആദ്യമായിട്ട് പറയുകയാണ്, നാളെ എന്നെ മരണം മുഖാമുഖമായി കണ്ട് ഞാൻ ഈ ലോകത്തോട് വിട പറയുമ്പോഴും തീമോഥെയോസേ, നിജപുത്രനാകുന്ന തീമോഥെയോസേ, എനിക്ക് നിന്നോട് പറയാനൊന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രക്ഷിതാവെന്ന് പറയുന്നത്
പറയുന്നത് അത് യേശു കർത്താവാണ്. കരമുയർത്തി സന്തോഷമുള്ളവർ ഒന്ന് ചേർന്ന് പറഞ്ഞേ, നമ്മുടെ രക്ഷിതാവ് യേശു കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, ഏത് ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് ആമേൻ സ്തോത്രം പൗലോസ് ഈ എൻ്റെ രക്ഷിതാവ് ദൈവമാണെന്ന് പറഞ്ഞതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ രക്ഷിതാവ് ക്രിസ്തുവാണെന്ന് പറയുമ്പോഴുള്ള വചനത്തിൻ്റെ ഒരു ഊറ്റവും ഒരു ഊർജവും ഒക്കെ നമ്മളിലേക്ക് കടന്നു വരുവാനിടയാകെ തീർന്നിട്ടുണ്ട്. ഇത് റോമൻ ചുറ്റുപാടിലാണ് ഈ ലേഖനം എഴുതുവാനിടയായി തീർന്നത്. ഗ്രീക്കുകാരും യഹൂദന്മാരും ഒക്കെയുള്ള ഒരു ചുറ്റുപാടിലാണ് ഈ ലേഖനം എഴുതുവാനിടയായി തീർന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ആമേൻ സ്തോത്രം, എൻ്റെ കർത്താവ് നമ്മുടെ രക്ഷിതാവാണെന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ആ ചുറ്റുപാടിൽ അനേക പ്രിയപ്പെട്ടവർ ഞങ്ങൾ ദൈവത്തിൻ്റെ രക്ഷിത ഗണങ്ങളാണെന്ന് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അന്നത്തെ ചുറ്റുപാടിൽ, അന്നത്തെ സമൂഹത്തിൽ അനേകർ നിന്നുകൊണ്ട് പറയുമായിരുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം, ഞങ്ങൾ രക്ഷിതാവാണ്, ആമേൻ സോറ്റേർ സേവിയർ, ആമേൻ രക്ഷകനാണെന്ന് പറയുന്ന ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, തിമോത്തിയോസേ, നമ്മുടെ രക്ഷകൻ യേശു കർത്താവാണ്. അഭിമാനത്തോടെ പറയട്ടെ, ആമേൻ സ്തോത്രം, ഞങ്ങൾ ഹിന്ദു കുടുംബത്തിലൊക്കെ ജനിച്ചുവെങ്കിലും അഭിമാനത്തോടെ പറയട്ടെ, ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറയുന്നത് യേശു കർത്താവാണ്. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. കരമുയർത്തി കർത്താവിൻ്റെ മഹത്വം പറഞ്ഞാട്ടെ. ആമേൻ സ്തോത്രം. ആ കാലഘട്ടത്തിൽ ഒത്തിരി പേർ പറഞ്ഞു സേവിയർ സോറ്റീർ എന്ന് പറയുവാനിടയായി തീർന്നു. ഒന്നാമതായിട്ട് രക്ഷിതാവെന്ന് പറയുന്ന ഭാഗം നമുക്ക് റോമാ ഗവൺമെന്റിൽ കാണാൻ കഴിയുന്നത്, റോമാ ഗവൺമെന്റിൽ ഒത്തിരിയധികം ഗവർണർ ജനറൽസ് ഉണ്ടായിരുന്നു. അവരാണ് റോമാ ഗവൺമെന്റിന്റെ ചക്രവർത്തിക്ക് വേണ്ടി പ്രൊവിൻസുകളിൽ ഭരണം നടത്തുവാനിടയായി തീർന്നത്. റോമൻ ചക്രവർത്തിമാർക്ക് വേണ്ടി പ്രൊവിൻസുകളിൽ ഭരണം നടത്തിയിരുന്ന ഒത്തിരി ഗവർണർ ജനറൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗവർണർ ജനറൽമാരെന്ന് പറയുന്നത് ആയുധം ഉപയോഗിക്കുവാൻ അധികാരമുണ്ടായിരുന്ന സ്കിപ്പിയോസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽമാരായിരുന്നു, ഗവർണർ മാരായിരുന്നു എന്നുള്ളതാണ്. അവരുടെ കയ്യിലിരിക്കുന്ന വാളിൻ തുമ്പിലാണ് ഒരു മനുഷ്യന്റെ ജീവിതം നിൽക്കുന്നത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആ കാലഘട്ടത്തിൽ അവർക്കായിരുന്നു ഒരുവന്റെ മേൽ, ജീവന്റെ മേൽ, മരണത്തിന്റെ മേലൊക്കെ അധികാരമുണ്ടായിരുന്നത്. അവരുടെ ചക്രവർത്തിയായിരുന്ന റോമൻ ചക്രവർത്തിമാരെ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തങ്ങളെ പോലും സ്തോത്രം രക്ഷിതാവായി അംഗീകരിക്കാത്ത ആളുകളെ തലവെട്ടുവാൻ അധികാരമുണ്ടായിരുന്ന സ്കിപ്പിയോസ് എന്നറിയപ്പെടുന്ന റോമൻ ഗവർണർ ജനറൽസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മരണത്തെ മുഖാമുഖം കാണുന്ന പൗലോസ് തന്റെ തലവെട്ടാൻ നോക്കുന്ന സ്കിപ്പിയോസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽമാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് സധൈര്യം പറയുവാനിടയായി തീർന്നു, തലവെട്ടുന്ന സ്കിപ്പിയോസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽമാരല്ല എൻ്റെ രക്ഷിതാവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവാണ്. ഇതിന്റെ വോളിയവും കുറച്ചുകൂടെ ഒന്ന് കൂട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതെന്ന് പറയുന്നത് റോമൻ ചുറ്റുപാട്, ഗ്രീക്ക് ചുറ്റുപാടിൽ നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് അതേനെ എന്നറിയപ്പെടുന്ന ഒരു രക്ഷിതഗണത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുകയാണ്. അതേനെ എന്നറിയപ്പെടുന്ന രക്ഷിതഗണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നറിയപ്പെടുന്നത് 800 അടി ഉയരമുള്ള സ്തോത്രം ഒരു ഭാഗമാണ് അതേനെ എന്നറിയപ്പെടുന്ന രക്ഷിതഗണത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്. 800 അടി ഉള്ളൊരു ഭാഗം അതേനയുടെ രക്ഷിതഗണത്തിന്റെ ഭാഗമാണ്. ഉയരം കൂടുന്തോറും ആളുകൾ കൂടുന്ന ഒരു അനുഭവം ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലുമുണ്ട്. ഉയരം കൂടുന്തോറും ഭക്തി കൂടുന്ന ഒരു അനുഭവം ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അങ്ങനെ 800 അടി ഉയരത്തിൽ പാറയുടെ മുകളിൽ നിൽക്കുന്ന അതേനെ എന്നറിയപ്പെടുന്ന രക്ഷിതഗണങ്ങൾ അതിന്റെ ചുറ്റുപാടിലേക്ക് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒഴുകിയെത്തുമ്പോഴും സ്തോത്രം തന്റെ വിശ്വാസത്തിന്റെ പാറ്റേൺ തന്റെ അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോൾ മരണത്തെ ഭയമില്ലാതിരുന്ന പൗലോസ് കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, 800 അടി ഉയരത്തിൽ നിൽക്കുന്ന അതേനാ ദേവിയുടെ വിഗ്രഹമല്ല എന്റെ രക്ഷയുടെ ആധാരം എന്ന് പറയുന്നത്, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവാണ് എന്റെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, 800 അടി ഉയരത്തിൽ നിൽക്കുന്ന അഥേന, അതിനകത്ത് അസ്കപ്പെലയോസ് എന്നറിയപ്പെടുന്ന മറ്റൊരു രക്ഷിത ഗണത്തിന്റെ ഭാഗമുണ്ടായിരുന്നു. അസ്കപ്പെലയോസ് എന്നറിയപ്പെടുന്ന രക്ഷിത ഗണത്തെ ദ ഹീലിംഗ് ഗോഡ് എന്നാണ് ആ കാലഘട്ടത്തിലെ ആളുകൾ അറിയപ്പെടുവാനിടയായി തീർന്നത്. സൗഖ്യത്തിന്റെ ദൈവം എന്ന് ലോകം അറിയപ്പെട്ടത് അസ്കപ്പെലയോസ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ദേവനെയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഹീലിംഗ് ഗോഡ് എന്ന് പറയുമ്പോൾ ഒരു സർപ്പന്റിന്റെ രൂപമായിരുന്നു. 800 അടി ഉയരത്തിൽ 400 അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു
സപ്രന്റിന്റെ രൂപമായിരുന്നു അസ്കപ്പലയോസ് എന്നറിയപ്പെടുന്ന സൗഖ്യത്തിന്റെ ദൈവത്തിന്റെ പ്രതിദാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ഹോസ്പിറ്റലുകളിലും അവരുടെ ഭവനങ്ങളുടെ മുമ്പിലും എന്തിനേറെ റോമൻ ഗവൺമെന്റുകാർ ധരിക്കുന്ന ക്യാപ്പിന്റെ മേലും ഒരു സർപ്പന്റിന്റെ രൂപം കൊത്തിവെക്കുമായിരുന്നു. അങ്ങനെ ആയിരങ്ങൾ പതിനായിരങ്ങൾ സർപ്പന്റിനെ സ്തോത്രം ആരാധിച്ചുകൊണ്ട് രോഗസൗഖ്യത്തിന്റെ ദൈവമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് സ്തോത്രം 800 അടി ഉയരത്തിൽ സ്തോത്രം 40 അടി ഉയരത്തിൽ നിൽക്കുന്ന സർപ്പന്റിന്റെ രൂപത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, എനിക്ക് മരണത്തെ ഭയമില്ല, കൊല്ലുന്നെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലുക, തലവെട്ടി തന്നെ കൊല്ലുക, പക്ഷെ അന്നേരവും എന്റെ നാവിൽ നിന്ന് ഞാൻ വിളിച്ചു പറയും ആമേൻ സ്തോത്രം എന്റെ രക്ഷിത ഗണമെന്ന് പറയുന്നത് ഒരു സർപ്പന്റ് അല്ല. ആമേൻ സ്തോത്രം, അത് ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണ്. എന്റെ രക്ഷിതാവ് എന്ന് പറയുന്നത് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രനായ മാനവകുലത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവാണ്. കരമുയർത്തി ദൈവത്തിന്റെ ഒരു മഹത്വം പറയുവാൻ നമുക്കിടയാകുമാറാകട്ടെ. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, റോമൻ ചുറ്റുപാടെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയാം, അവരുടെ രാജാവിന്മാരെ ചക്രവർത്തിമാരെ ദൈവങ്ങളായി ആരാധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ജൂലിയസ് സീസറിനെയും അഗസ്റ്റസ് സീസറിനെയും നീറോയെയും കലികുളയെയും ഒക്കെ ദൈവങ്ങളായി ആരാധിക്കുന്ന മാനുഷിക ദൈവങ്ങളുടെ ആരാധനകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് റോമൻ ഗവൺമെന്റിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ജൂലിയസ് സീസറും അഗസ്റ്റസ് സീസറും നീറോയും കലികുളയും ഒക്കെ ജീവിച്ചിരുന്ന മനുഷ്യന്മാർ, ശ്വാസം പോയി മരണത്തെ മുഖാമുഖം കണ്ട മനുഷ്യന്മാർ ദൈവങ്ങളായി അപമരിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിൽ അവരെ ദൈവങ്ങളായി ആരാധിക്കാത്ത അംഗീകരിക്കാത്ത ജനസമൂഹത്തെ മൃഗീയമായി കൊന്നെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമാക്കുന്ന, അവരെ താറിൽ മുക്കി ജീവനോടെ കത്തിച്ച് ജീവന്റെ കുടിപ്പ് പോകുന്നത് കണ്ട് രസിച്ച ജൂലിയസ് സീസറും അഗസ്റ്റസ് സീസറും നീറോയും ഒക്കെ ഭരണകർത്താക്കളായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മരണത്തെ ഭയമില്ലാത്ത ശക്തനാകുന്ന സുവിശേഷകൻ തന്റെ നിജപുത്രനാകുന്ന തീമോത്തിയോസിന് വേണ്ടി ദൂതെഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അഗസ്റ്റസ് സീസർ അല്ല നമ്മുടെ രക്ഷിതാവ്, ജൂലിയസ് സീസർ അല്ല നമ്മുടെ രക്ഷിതാവ്, ജീവിച്ചിരിക്കുന്ന നീറോയല്ല കലികുളയല്ല നമ്മുടെ രക്ഷിതാവ്. നമ്മുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞ് അവതാര പുരുഷനാകുന്ന മനുഷ്യാവതാരം എടുത്ത മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ചുയർത്തെഴുന്നേറ്റ അരിമനാഥനാകുന്ന കർത്താവാണ്. നാണക്കേടില്ലാത്ത പ്രിയപ്പെട്ടവർ കരമടിച്ച് ദൈവത്തിന് ഒരു ആരാധന പറഞ്ഞ് ശക്തിയോട് അതരം തുറന്നു പറഞ്ഞ് എന്റെ രക്ഷിതാവ് യേശു കർത്താവാണ്, എന്റെ രക്ഷിതാവ് യേശു കർത്താവാണ്. തന്റെ ഇടത്തോടെ പറ, ധൈര്യത്തോടെ പറ, എന്റെ രക്ഷിതാവ്. യേശു കർത്താവാണ്. കൊല്ലുന്നെങ്കിൽ കൊല്ലാം, ചാകാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ആരും ഇന്ന് വരെ ചെയ്തിട്ടില്ല. എൻ്റെ നാട്ടിലും ഈ പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ ആദ്യം ഒത്തിരി തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഒത്തിരി കേസ്, വഴക്ക്, പിന്നീട് സ്ട്രൈക്ക്, പടിയടച്ച് പിണ്ണം വയ്ക്കൽ, സഹകരിപ്പിക്കാതിരിക്കലൊക്കെ ഉണ്ടായെങ്കിലും ഇന്ന് എൻ്റെ ഗ്രാമത്തിലെ ഏത് ഭവനത്തിലും കടന്നുപോയി എൻ്റെ സത്യസുവിശേഷത്തെ പറയുവാൻ എനിക്ക് കർത്താവ് തരുന്ന അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സ്കിപ്പിയോസും അഥേനയും ഹസ്കപ്പലിയോസും റോമൻ ചക്രവർത്തിമാരും ഒക്കെ രക്ഷിത ഗണങ്ങളായി സോറ്റിയറായി നിൽക്കുന്ന ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, നമ്മുടെ രക്ഷിതാവ് യേശു കർത്താവാണ്. നമ്മളിനി ആ ഭാഗത്ത് നിന്ന് ഒരു സുവിശേഷത്തിന്റെ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അത് മറ്റൊരു ഭാഗമൊന്നുമല്ല, നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമാകുന്ന ഒരു സുവിശേഷം സിനോപ്റ്റിക് ഗോസ്പൽ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയുമ്പോൾ സ്തോത്രം ആദ്യത്തെ 3 സുവിശേഷങ്ങൾ ഏകദേശം ഒരേപോലെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷമാണ്. രക്ഷയെക്കുറിച്ച് നന്നായിട്ട് പറയുന്ന സുവിശേഷവും യോഹന്നാന്റെ സുവിശേഷമാണ്. കരമുയർത്തി കർത്താവിന്റെ ഒരു മഹത്വം പറഞ്ഞ് മറ്റിതര സുവിശേഷങ്ങളിലൊക്കെ യേശു കർത്താവ് സ്തോത്രം ശിശുജനനം മുതലൊക്കെ നമുക്ക് കാണിക്കുമ്പോൾ കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് വചനം ജഡമായി തീർന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുകയാണ്.
വചനം ജഡമായി തീർന്ന ക്രിസ്തു, അവൻ ജഡാവതാരമെടുത്ത് അവന്റെ കൃപയിൽ നിന്ന് നമുക്കൊക്കെ കൃപ ലഭിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയുകയാണ്. നിങ്ങൾക്കറിയാമോ ഏത് കാലഘട്ടത്തിലാണ് ആമേൻ സ്തോത്രം ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതിയതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? AD 70 കാലഘട്ടത്തിലാണ്. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ശ്രദ്ധിച്ചു കേൾക്കണം. ആമേൻ സ്തോത്രം, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കേൾക്കണം. AD 70 യോഹന്നാന്റെ സുവിശേഷം എഴുതപ്പെടുവാനിടയായി തീർന്നത്. AD 70 കാലഘട്ടത്തിൽ ആമേൻ ജെറുസലേം ദേവാലയം യഹൂദന്മാരുടെ ആരാധനാ സ്ഥലം പ്രൗഢായി അവർ കണക്കാക്കിയിരുന്ന, പുരോഹിതന്മാരും യാഗവും യാഗവസ്തുക്കളും ഒക്കെ ഉണ്ടായിരുന്ന, ആമേൻ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്ന അവരുടെ പ്രൗഢായിരുന്ന ജെറുസലേം ദേവാലയം AD 70 തകർക്കപ്പെടുവാൻ വേണ്ടി ഇടയായി തീർന്നു. ആമേൻ അവസാനം ജെറുസലേം ദേവാലയം എല്ലാം തകർന്നിട്ട് അതേവരെ അവർ പറഞ്ഞു, ആരാധന എന്ന് പറയുന്നത് അത് ജെറുസലേം ദേവാലയത്തിലായിരിക്കണം. ആരാധന എന്ന് പറയുന്നത് യാഗമുണ്ടായിരിക്കണം, യാഗവസ്തുക്കൾ ഉണ്ടായിരിക്കണം, പുരോഹിതൻ ഉണ്ടായിരിക്കണം. ആമേൻ സ്തോത്രം, വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം ഒക്കെ ഉണ്ടാകണം. അങ്ങനെ വേർതിരിക്കപ്പെട്ട എല്ലാ പ്രൗഢിയോടെയും ആമേൻ സ്തോത്രം ആരാധന കഴിച്ചു വന്നിരുന്ന ജെറുസലേം ദേവാലയം അഗ്നിക്കിരയാക്കിയപ്പോൾ ആമേൻ സ്തോത്രം ഈ യഹൂദന്മാർ ജവേന എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് മാറുവാൻ ഇടയായി തീർന്നു. ജവേന എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് യാമ്നിയ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് അവർ മാറിയത് കൊണ്ട് ആമേൻ ആ യഹൂദ മതത്തിന് പറയുന്ന പേര് ജാമ്നിയൻ ജൂഡായിസം എന്നറിയപ്പെടുന്ന ഒരു പേരാണ്. ജാമ്നിയൻ ജൂഡായിസം എന്ന് നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയുകയാണ്. ജാമ്നിയൻ ജൂഡായിസം എന്നറിയപ്പെടുന്ന ആളുകൾ സിനഗോഗ് എന്നറിയപ്പെടുന്ന ഭാഗത്ത് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. കണ്ടോ പ്രിയപ്പെട്ടവരെ, വ്യത്യാസം എന്ന് പറയുന്നത് ഇതേവരെ യഹൂദന്മാർ പറഞ്ഞു ആരാധന എന്ന് പറയുന്നത് അത് ജെറുസലേം ദേവാലയത്തിൽ മാത്രമായിരിക്കണം. ആരാധനയ്ക്ക് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും പുരോഹിതന്മാരും യാഗവും യാഗവസ്തുക്കളും ഒക്കെ ഉണ്ടാകണം. അതിന് ആമേൻ സ്തോത്രം അതിൻ്റെതായ രീതികളും ആമേൻ വസ്ത്രങ്ങളും ഒക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞൊരു കാലഘട്ടം AD 70. അവിടെ നിന്ന് ജെറുസലേം ദേവാലയം തകർന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഇനി നമുക്ക് ജെറുസലേം ദേവാലയത്തിന്റെ ആവശ്യമില്ല, നമുക്ക് സിനഗോഗ് ആണെങ്കിലും മതി. ആമേൻ സ്തോത്രം, ഇനി നമുക്ക് മോശയുടെ 5 പുസ്തകങ്ങളായിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആമേൻ സ്തോത്രം, ഇങ്ങനെ പറഞ്ഞ് അവർ ആരാധന നയിക്കുവാനിടയായി തീർന്നു. അതിന്റെ ലീഡർ എന്ന് പറയുന്നത് ജോഹന്നാൻ ബെൻ സക്കായി എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. ജോഹന്നാൻ ബെൻ സക്കായി എന്നറിയപ്പെടുന്ന മനുഷ്യൻ ആമേൻ സ്തോത്രം നോക്കിയപ്പോൾ തന്റെ ജൂഡായിസത്തിൽ തന്റെ സിനഗോഗിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ കാണുവാനിടയായി. പിതാപുത്ര പരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് തന്റെ ആമേൻ സ്തോത്രം സിനഗോഗിൽ ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ കാണുവാനിടയായി. അവരെ തന്റെ സിനഗോഗിൽ നിന്ന് തന്റെ ആരാധനാലയത്തിൽ നിന്ന് മുടക്കി പുറത്താക്കുവാൻ വേണ്ടി അദ്ദേഹം ആമേൻ ഒരു രീതി അവലംബിക്കുവാനിടയായി തീർന്നു. തന്റെ സിനഗോഗിൽ തന്റെ ആരാധനാലയത്തിൽ അദ്ദേഹം 18 പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. നിങ്ങൾ ചരിത്രം പഠിക്കണം, ചരിത്രം നിങ്ങൾ പഠിക്കണം, വെറുതെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യരുത്. 18 പ്രാർത്ഥനകൾ അദ്ദേഹം ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. അതിനെ നമ്മൾ പൊതുവെ പറയുന്നത് 18 benedictions എന്നുള്ളതാണ്, 18 പ്രാർത്ഥനകൾ എന്നുള്ളതാണ്. അതിനെ ആമേൻ സ്തോത്രം 9ാമത്തെ പ്രാർത്ഥന 12th പ്രാർത്ഥന എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എല്ലാ പ്രാർത്ഥനകളും പുരോഹിതൻ ജോഹന്നാൻ ബെൻ സക്കായി പറയുമ്പോൾ എല്ലാവരും ആമേൻ പറയണം. ആമേൻ സ്തോത്രം, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയണം, ആമേൻ പറയണം. അതിന്റെ 12ാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർ ശപിക്കപ്പെട്ടവർ. അപ്പൊ ജനസമൂഹം പറയണം ആമേൻ എന്ന്. അതിനോടൊപ്പം അവർ പറയും പിതാപുത്ര പരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സ്നാനമേറ്റവർ ശപിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ജനസമൂഹം ആമേൻ പറയുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ആമേൻ പറയാത്ത യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച പിതാപുത്ര പരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട ജനവിഭാഗത്തെ ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞ് സിനഗോഗുകളിൽ നിന്ന് ആരാധനാലയങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന, പേരുവെട്ടി പുറത്താക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ആമേൻ യോഹന്നാൻ സുവിശേഷകൻ തന്റെ സുവിശേഷം എഴുതുവാനിടയായി തീർന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പഴയ ഭാഗമല്ല പുതുമയുടെ ഭാഗത്തേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന്. ഓരോ അധ്യായത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ അദ്ദേഹം അക്കമിട്ട് എഴുതുവാനിടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം
12-ാം അധ്യായം അതിന്റെ 42 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ ആമേൻ സ്തോത്രം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. എന്നാൽ പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല താനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, യഹൂദന്മാരിൽ തന്നെ അനേകർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനിടയായി തീർന്നെങ്കിലും അവൻ പള്ളിയിലുള്ള സ്ഥാനം പോകുമെന്ന് കരുതി അവൻ സ്തോത്രം അവർ അതിന് പ്രാധാന്യം കൊടുത്തു. എന്നാൽ സിനഗോഗിൽ നിന്ന് പുറത്തു പോയ ആളുകൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ ഇടയായി തീർന്നു. കരമുയർത്തി കർത്താവിന് ഒരു മഹത്വം പറഞ്ഞാട്ടെ. പുതുമയിലേക്ക് കടന്നു വരിക. 9-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ഒരു ഭാഗം നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുകയാണ്. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. യേശു കർത്താവ് കടന്നു പോകുന്നത് കണ്ടിട്ട് യേശുവിന്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഇവൻ പിറവിയിലെ കുരുടനായി ജനിക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുവാനിടയായി തീർന്നു. ഇവന്റെ അമ്മയപ്പന്മാരാണോ പാപം ചെയ്തതെന്ന് യേശുവിനോട് ചോദിക്കുവാനിടയായി തീർന്നു. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവന്റെ അമ്മയപ്പന്മാരോ ഇവനോ അല്ല പാപം ചെയ്തത്, ഇവനിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിനത്രേ എന്ന് പറയുവാനിടയായി തീർന്നു. കർത്താവ് അവനെ പുറത്തു കൊണ്ടുപോയിട്ട് ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പൂശി ശീലോഹവും കുളത്തിൽ അത് വായിക്കപ്പെട്ടവൻ എന്നറിയപ്പെടുന്ന ഭാഗത്ത് പോയി കഴുകി സൗഖ്യം പ്രാപിക്കുക എന്നിടയായി തീർന്നു. അങ്ങനെ പിറവിയിലെ കുരുടനാകുന്ന ഈ കണ്ണുപൊട്ടനാകുന്ന മനുഷ്യൻ സൗഖ്യമാകുവാനിടയായി തീർന്നു. ഇത് കാട്ടുതീ പോലെ ഈ വാർത്ത പരക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അവന്റെ അയൽക്കാർ അവനെ പിറവിയിലെ കുരുടനായിരുന്ന് ഭിക്ഷയാചിക്കുന്നത് കാണുന്ന ആളുകൾ അവനോട് ചോദിച്ചു, നീ കണ്ണുപൊട്ടനായിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ കണ്ടതല്ലേ, പിന്നെ നീ എങ്ങനെയാണ് സൗഖ്യമാകുന്നതെന്ന് അവനോട് ചോദിപ്പാനിടയായി തീർന്നു. അവൻ പറഞ്ഞു, യേശു കർത്താവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്റെ അടുക്കൽ വന്ന് അവൻ എന്നെ തൊട്ട് സൗഖ്യമാക്കുവാനിടയായി തീർന്നു. കരമുയർത്തി കർത്താവിന് ഒരു മഹത്വം പറഞ്ഞ്, നമുക്ക് വേണ്ടുന്നത് വിടുതലാണ് പ്രിയപ്പെട്ടവരെ. അവൻ നമുക്ക് വേണ്ടുന്നത് സമാധാനമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടുന്നത് കൃപകളാണ് പ്രിയപ്പെട്ടവരെ. ആമേൻ സ്തോത്രം. പിന്നീട് ഇവരെ ആളുകൾ കൊണ്ടുപോയി പരീശന്മാരെ കാണിക്കുകയാണ്. പരീശന്മാർ അവനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് സൗഖ്യമായത്? അവൻ മറുപടിയില്ല. അവൻ മറുതലിക്കാതെ പറഞ്ഞു, എന്നെ സൗഖ്യമാക്കിയത് കർത്താവായ യേശു കർത്താവാണ്. പിന്നീട് അവൻ അത് ശബത്ത് നാളായിരുന്നത് കൊണ്ട് യേശു ദൈവത്തിന്റെ പുത്രനായി വന്നു എന്ന് വിശ്വസിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ശബത്ത് നാളുകളിൽ സൗഖ്യം നടക്കുന്നത് യഹൂദ പാരമ്പര്യത്തിനെതിരായിരുന്നു. അതുകൊണ്ട് അവന്റെ അമ്മയപ്പന്മാരോട് ചോദിക്കാമെന്ന് പറഞ്ഞ് അവന്റെ അമ്മയപ്പന്മാരുടെ മധ്യത്തിലേക്ക് അവൻ സ്തോത്രം കൊണ്ടുവരുവാനിടയായി തീർന്നു. അമ്മയപ്പന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ മകൻ ഇവനാണോ? നിങ്ങൾ ഇവനെങ്ങനെയാണ് സൗഖ്യമായതെന്ന് ചോദിക്കുവാനിടയായി തീർന്നു. അവൻ നോക്കണം, ഞാൻ ബൈബിളിൽ കണ്ട ഏറ്റവും നന്ദി കെട്ട ഒരു മാതാപിതാക്കൾ എന്ന് പറയുന്നത് അവൻ ഈ പിറവിയിലെ കുരുടനാകുന്ന മനുഷ്യന്റെ മാതാപിതാക്കളാണ്. അവരിങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങൾ അവന്റെ അമ്മയപ്പന്മാർ ഇവൻ ഞങ്ങളുടെ മകനാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അവൻ കണ്ണു കാണുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല, അവന്റെ കണ്ണാർ തുറന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കൂ എന്ന് പറയുവാനിടയായി തീർന്നു. 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, അവരെ യഹൂദന്മാരെ ഭയപ്പെട്ടത് കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ അങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവർ പള്ളി ഭ്രഷ്ടരാക്കണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തുവാനിടയായി തീർന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, സ്വന്തം മകൻ കാമൻ സൗഖ്യം പ്രാപിച്ചത് അവർക്ക് സന്തോഷമുളവാക്കുന്ന ഒരു വസ്തുതയായിരുന്നില്ല. സ്വന്തം മകൻ പിറവിയിലെ കുരുടനായവൻ അവൻ കണ്ണ് കാണുന്നത് അവർക്ക് ആനന്ദം നൽകുന്ന ഒരു വസ്തുതയായിരുന്നില്ല. എന്നാൽ അവൻ സിനഗോഗിലെ സ്ഥാനം പോകുമോ, പള്ളിയിലെ സ്ഥാനം പോകുമെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് തടിതപ്പുന്നൊരമ്മയെയും അപ്പനെയും നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് യോഹന്നാൻ സുവിശേഷകൻ അസന്ദിഗ്ധമായി ഓരോ അധ്യായത്തിലും പറഞ്ഞുറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം. നമ്മുടെ രക്ഷിതാവ് ഏക സത്യ ദൈവമായ യേശു കർത്താവാണ്. 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു ശ്രേഷ്ഠനാകുന്ന വ്യക്തിത്വത്തെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത് മറ്റാരുമല്ല, നിങ്ങൾക്ക് ബൈബിൾ നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അത് സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഏറ്റവും ശ്രേഷ്ഠനാകുന്ന വ്യക്തിയായ യോഹന്നാൻ സ്നാപകനായിരുന്നു. അക്കാലഘട്ടത്തിൽ യേശുവിന് പ്രാധാന്യം കൊടുക്കാതെ യോഹന്നാൻ സ്നാപകന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവനൊരു പുണ്യാത്മാവാണ്, അവനൊരു പുണ്യദേഹമാണ്, അവൻ പരിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ ആരാധന മുടക്കി യോഹന്നാന്റെ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു
ചുറ്റുപാടിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് യോഹന്നാൻ സുവിശേഷകൻ എഴുതുവാനിടയായി തീർന്നത്. പരീശന്മാർ യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ വരികയാണ്. ആരാണ് ഈ യോഹന്നാൻ? സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി. അദ്ദേഹത്തെ ദൈവമായി ആരാധിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പരീശന്മാർ യോഹന്നാൻ സ്നാപകനോട് ചോദിക്കുകയാണ്, നീ ക്രിസ്തുവാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. നീ ഏലിയാവാണോ? നീ ഒരു പ്രവാചകനാണോ? അല്ല, ഞാനൊരു പ്രവാചകനല്ല. പിന്നെ നീ ക്രിസ്തുവല്ല, നീ പ്രവാചകനല്ല, നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ മറുതരിക്കാതെ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ കർത്താവിന്റെ വഴി നേരെയാക്കുവാൻ അയക്കപ്പെട്ടൊരുവനാണെന്ന് പറയുവാൻ ഇടയായി തീർന്നു. കണ്ടു, ആരാധിക്കുന്നവരുടെ മുമ്പിൽ നിന്നുകൊണ്ട്, തന്നെ ആരാധിക്കുന്നവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ പ്രവാചകനല്ല, ഞാനൊരു ദൈവമല്ല, ഞാനൊരു പരിശുദ്ധനല്ല, കർത്താവാണ്, ലോകത്തിന്റെ യഥാർത്ഥ ദൈവം. കണ്ടു, പിറ്റേന്ന് അദ്ദേഹത്തോടൊപ്പം 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശു കടന്നു പോകുന്നത് കണ്ടിട്ട് അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ദാ പോകുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ കണ്ടു, അദ്ദേഹം എന്താ പറയുന്നത്? തന്നെ ആരാധിക്കുന്ന ജനവിഭാഗത്തിന്റെ നിന്നുകൊണ്ട്, തന്നെ തെറ്റിദ്ധരിക്കുന്ന ജനവിഭാഗത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ അവൻ പരിശുദ്ധനെന്ന്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നവൻ പറയുകയാണ്, എനിക്ക് അധികാരമില്ല, ഞാനല്ല ദൈവം, ഞാനല്ല രക്ഷിതാവ്, ഞാനല്ല കർത്താവ്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് ഈ ലോകത്തിലുണ്ടെങ്കിൽ ദാ പോകുന്ന യേശു കർത്താവാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ യോഹന്നാന്റെ കൂടെ ഉണ്ടായിരുന്ന 2 ശിഷ്യന്മാർ യേശുവിനോടൊപ്പം പോയി. അവിടെ ഭൂകമ്പം നടന്നില്ല, അവിടെ പേര് വെട്ടിയില്ല, അവിടെ കളിയാക്കൽ നടന്നില്ല. അതാണ് യോഹന്നാന് നന്നായി അറിയാം ആരാണ് യേശു കർത്താവെന്ന്. ഒരിക്കൽ കൂടെ പന്തളം പട്ടണത്തിൽ നിന്നുകൊണ്ട്, ഈ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് അസന്ദിഗ്ധമായി ഞങ്ങൾ പറയട്ടെ, വചനാടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയട്ടെ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ഏക ദൈവം എന്ന് പറയുന്നത് പരിശുദ്ധനായ ക്രിസ്തുവാണ്. കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം പറ, ശക്തിയോടെ. ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആമേൻ, സ്തോത്രം. 1-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ, 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ആമേൻ, സ്തോത്രം, ഒരു ഗലീലയിലെ ഖാനാവിലെ കല്യാണം നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുകയാണ്. 3-ാം നാൾ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ സമയം വളരെ വേഗം കടന്നു പോകുന്നല്ലോ. 3-ാം നാൾ യഹൂദന്മാരുടെ ആരാധനാ രീതി അനുസരിച്ച് അവരുടെ വിവാഹം എന്ന് പറയുന്നത് 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. 7 ദിവസം എന്ത് ചെയ്യണം? അവർ ആഹാര പദാർത്ഥങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ വേണ്ടി ഇടയായി തീരണം. അങ്ങനെ 7 ദിവസങ്ങൾ ആഹാര പദാർത്ഥങ്ങൾ, ആമേൻ, സ്തോത്രം, അവർ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വീഞ്ഞെന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അത് 3-ാം ദിവസമായപ്പോൾ ആ വീഞ്ഞ് തീരുവാനിടയായി തീർന്നു. അങ്ങനെ 3-ാം ദിവസം വീഞ്ഞ് തീർന്നു നിൽക്കുന്ന ഭാഗത്തിൽ അവൻ നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത്, യേശുവിനെ അവിടെ ക്ഷണിച്ചിട്ടുണ്ട്. യേശുവിന്റെ അമ്മയാകുന്ന മറിയയും അവിടെ ക്ഷണിച്ചിട്ടുണ്ട്. അവർക്ക് വീഞ്ഞില്ല എന്ന്, ആമേൻ, സ്തോത്രം, ആ അമ്മയ്ക്ക് മനസ്സിലാകുവാൻ അവൻ ഇടയായി തീർന്നു. നിങ്ങൾക്കറിയാം ഈ സംഭവം നടക്കുന്നത് യേശുവിന്റെ അമ്മയുടെ കസിൻ, ആമേൻ, സ്തോത്രം, ആ ഭവനത്തിലാണ് ഈ വിവാഹം നടക്കുന്നതെന്നൊക്കെ നമുക്ക് ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് കാണുവാൻ വേണ്ടി കഴിയുകയാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് നിൽക്കുമ്പോൾ, ആമേൻ, ആ ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത് നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയുകയാണ്. അപ്പൊ യേശു ഈ അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുവാനിടയായി തീർന്നു. നോക്കണം, ആദ്യത്തെ അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകനെ പരിശുദ്ധനാക്കി കണക്കാക്കിക്കൊണ്ട് പരിശുദ്ധൻ പോലെ അദ്ദേഹത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണ് എന്നുണ്ടെങ്കിൽ, 2-ാമത്തെ ഭാഗത്ത് യേശുവിന്റെ അമ്മയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവൻ പരിശുദ്ധയെന്നും ദൈവമെന്നും അവൻ, സ്തോത്രം, പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഉയരുന്നൊരു
മണ്ഡലത്തിലാണ് ഈ ഭാഗം നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത്. കണ്ടോ, ഒരു കുടുംബത്തിന്റെ പ്രശ്നം മനസ്സിലാക്കിയ അമ്മയ്ക്ക്, ആമേൻ സ്തോത്രം, മറിയയ്ക്ക് ഒരു വിടുതൽ, ഒരു അത്ഭുതം നൽകുവാൻ കഴിയുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ഏക വ്യക്തി സ്വന്തം മകനാകുന്ന ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കി ആ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് തന്റെ പ്രശ്നങ്ങൾ കൊണ്ടെത്തിക്കുവാൻ ആ മാതാവ് കാണിച്ച ആർജവമുണ്ടല്ലോ, അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആ മാതാവിനെ അവൻ കർത്താവ് വിളിച്ചത് സ്ത്രീയെ എന്നറിയപ്പെടുന്ന ഒരു ശബ്ദം അവൻ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. വുമൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നുണ്ട്. ഗ്രീക്കിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത്ര മോശമല്ലാത്തൊരു ശബ്ദമാണ് കർത്താവ് ഉപയോഗിക്കുവാനിടയായി തീർന്നത്. കാൽവരിയിൽ മരിക്കുന്നതിന് മുമ്പ് തന്റെ അമ്മയാകുന്ന മറിയയുടെ ഉത്തരവാദിത്വം യോഹന്നാനെ ഏൽപ്പിക്കുമ്പോഴും അവൻ ഇതേ പദം തന്നെയാണ്, സ്ത്രീയെ, അവൻ അമ്മ എന്ന് പറയുന്ന ഒരു പദം തന്നെയാണ് ഉപയോഗിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. പിന്നീട് നമ്മൾ കാണുന്നത് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ അവൻ സ്വന്തം മകനിൽ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള അവൻ ലോക രക്ഷിതാവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടായിരുന്ന മറിയ അവരുടെ ആളുകളോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യണമെന്ന് പറയുവാനിടയായി തീർന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 2 3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ വെള്ളം അവൻ നിറയ്ക്കുവാൻ അവർ ആളുകളോട് പറയുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. പിന്നീട് കർത്താവ് അത് വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവാൻ വേണ്ടി പറയുകയാണ്. വിരുന്നുവാഴി രുചിച്ചു നോക്കിയിട്ട് അതിന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ നിങ്ങൾ ഇതുവരെ നല്ല വീഞ്ഞ് അവൻ പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു. അവൻ ആദ്യം ലഹരി പിടിച്ച ശേഷം, ആദ്യം നല്ല വീഞ്ഞും പിന്നീട് ലഹരി പിടിച്ച ശേഷം അവൻ സ്തോത്രം വീര്യം കുറഞ്ഞതുമാണല്ലോ നമ്മൾ കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ആ 2-ാമത്തെ അധ്യായത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, പഴയ വീഞ്ഞെന്ന് പറയുന്നത് വീര്യമില്ലാത്തതാണ്, എന്നാൽ പുതുവീഞ്ഞിന്റെ അനുഭവം എന്ന് പറയുന്നത് വീര്യമുള്ളതാണ്. അവൻ നമ്മുടെ ഭവനത്തിന്റെ, കുടുംബത്തിന്റെ അവൻ കുറവുകളെ പരിഹരിക്കുവാൻ കഴിവുള്ള ഒന്നാണ്. അവൻ നിങ്ങൾ അവൻ സ്തോത്രം മിസ്ഗൈഡ് ചെയ്യപ്പെടരുത്, തെറ്റിദ്ധരിക്കപ്പെടുവാനിടയാകരുത്, നമ്മുടെ ആരാധനയുടെ കേന്ദ്ര ബിന്ദുവിൽ നിന്നും നമ്മൾ മാറിപ്പോകുവാനിടയാകരുത്. അതേ പ്രിയപ്പെട്ടവരെ, അവൻ ദൈവത്തിന്റെ അമ്മ, അവർക്ക് വേണ്ട പ്രാധാന്യം നമ്മൾ കൊടുക്കാറുണ്ട്, ക്രിസ്തുവിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഭാഗത്ത് നിന്നുകൊണ്ട്. എന്നാൽ തനിക്ക് തന്നെ അറിയാമായിരുന്നു ഒരത്ഭുതം ചെയ്യുവാൻ തനിക്ക് കഴിയത്തില്ല. ആമേൻ. നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, ഒരത്ഭുതം ചെയ്യുവാൻ, ഇല്ലായ്മയുള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് യേശു കർത്താവാണെന്ന് അറിഞ്ഞ മറിയോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പള്ളിപ്രമാണിയായ നിക്കോദിമോസ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണുവാൻ വേണ്ടി ഇടയാകുകയാണ്. അദ്ദേഹം അവൻ സിനഗോഗിലൊക്കെ ഉന്നതമാകുന്ന സ്ഥാനമുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. സിനഗോഗിൽ ഉന്നതമാകുന്ന സ്ഥാനമുണ്ടായിരുന്ന വ്യക്തിത്വം രാത്രിയാണ് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. an old man, ഒരു പഴയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പുകഴുവാൻ ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഒത്തിരി പാരമ്പര്യം അദ്ദേഹത്തിന് പറയുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. അദ്ദേഹം സിനഗോഗിന്റെ ഉന്നതമാകുന്ന സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷേ അവൻ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് രാത്രിയുടെ യാമങ്ങളായിരുന്നു. രാത്രിയുടെ യാമത്തിൽ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അല്ലയോ മഹാനാകുന്ന വ്യക്തിത്വമേ, ദൈവം നിന്നോട് കൂടെയില്ല എങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ഒന്നും ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. നീ റബിയാണ്, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് കടന്നു വന്നു, ഉപദേഷ്ടാവായി കടന്നു വന്നു എന്ന് ഞാൻ അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ അങ്ങോട്ട് പുകഴ്ത്താൻ തുടങ്ങി. ആ പുകഴ്ത്തലിൽ അരിമനാഥനാകുന്ന ക്രിസ്തു വീഴുവാനിടയായി തീർന്നില്ല. രാത്രിയിൽ തന്നെ തേടിയെത്തിയ പഴയ മനുഷ്യനാകുന്ന നിക്കോദിമോസിനോട്, ശങ്കരത്തിൽ എന്നറിയപ്പെടുന്ന സംഘത്തിന്റെ തലവനാകുന്ന നിക്കോദിമോസിനോട്, കുടുംബത്തിലും സമൂഹത്തിലും പാരമ്പര്യവും മഹത്വവും ഉണ്ടായിരുന്ന നിക്കോദിമോസിനോട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി സധൈര്യം ക്രിസ്തു പറയുവാൻ ഇടയായി തീർന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ നിനക്ക് കഴിയത്തില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ മനുഷ്യനാണ്, ഞാൻ വൃദ്ധനാണ്, വൃദ്ധനായതിനു ശേഷം അമ്മയുടെ ഗർഭത്തിൽ കടന്ന് വീണ്ടും ഞാൻ ജനിക്കുന്നതെന്ന് എങ്ങനെയെന്ന് ചോദിക്കുന്ന മധ്യത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ല. കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം പറഞ്ഞ്, നമുക്ക് പഴയ മനുഷ്യനല്ല വേണ്ടുന്നത്, പുതുമനുഷ്യനാണ് വേണ്ടുന്നത്. പഴയ മഹത്വങ്ങളല്ല നമുക്ക് വേണ്ടത്, അവൻ പുതുമയുടെ മഹത്വമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടുന്നത് വെള്ള
വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനമാണ്. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. കരമുയർത്തി കർത്താവിന് മഹത്വം പറഞ്ഞ് ആമേൻ സ്തോത്രം. 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആമേൻ ശമരി എന്നറിയപ്പെടുന്ന പട്ടണത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുകയാണ്. യേശു ആമേൻ സ്തോത്രം യഹൂദ ദേശം വിട്ട് ആമേൻ ഗലീലയിലേക്ക് യാത്രയായി എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുകയാണ്. ആമേൻ സ്തോത്രം. നിങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, തെക്കേ അറ്റത്തുള്ളൊരു ദേശമാണ് യഹൂദ എന്ന് പറയുന്നത്. ഏറ്റവും വടക്കേ അറ്റത്തുള്ളൊരു ദേശമാണ് ആമേൻ ഗലീല എന്ന് പറയുന്നത്. അതിന് നടുക്കുള്ളൊരു ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്ന ശമരി എന്നറിയപ്പെടുന്നത്. യേശു ഗലീലയ്ക്ക് യാത്രയാകുകയാണ്. ആമേൻ സ്തോത്രം. ശമരിയിലൂടെ ഒരു യഹൂദനും കടന്നു പോകുവാൻ ഇടയായി തീരത്തില്ല. ആമേൻ ശമരിയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ യഹൂദയിൽ നിന്ന് ആമേൻ ഗലീലയിൽ എത്തുവാൻ 3 ദിവസം മാത്രം മതി. എന്നാൽ ഒരു യഹൂദനും ഗലീലയിലൂടെ യാത്ര ചെയ്യുവാൻ ഇടയാകത്തില്ല. എന്നാൽ യഹൂദന്മാർ സാധാരണ ആമേൻ യഹൂദയിൽ നിന്ന് ഗലീലയിലേക്ക് യാത്രയാകുന്നത് യോർദാൻ റിവറൊക്കെ കടന്ന്, യോർദാൻ നദിയൊക്കെ കടന്ന് ചുറ്റിത്തിരിഞ്ഞ് ആമേൻ ഇരട്ടി ദിവസങ്ങൾ എടുത്താണ് അവർ ഗലീലയ്ക്ക് യാത്രയാകുന്നത്. എന്തുകൊണ്ടാണ് അവർ ശമരിയിലൂടെ കടന്നു പോകാത്തതെന്നറിയാമോ? ശമരിയിലെ ജനങ്ങൾ യഥാർത്ഥമായ യഹൂദന്മാരായിരുന്നില്ല. അവർ മന്യജാതിക്കാരോടൊപ്പം താമസിച്ച് പൊല്യൂട്ടഡ് ആയ ജനമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പൊല്യൂട്ടഡ് ആകുന്ന യഥാർത്ഥ യഹൂദന്മാരല്ലാത്ത മറ്റിതര സമൂഹങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന ഗലീലയിലെ ആളുകളെ അവർ അൺടച്ചബിൾ എന്നാണ് കണക്കാക്കിയിരുന്നത്. ദളിറ്റ്സ് എന്നവർ പറയുവാനിടയായി തീർന്നു. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ എന്നൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. അങ്ങനെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമാകുന്ന ജനവിഭാഗത്തിന്റെ മധ്യത്തിലൂടെ കർത്താവ് കടന്നു പോകേണ്ടി വന്നു എന്നാണ് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. ഇറ്റ്സ് എ ഡിവൈൻ കമ്പൽഷൻ എന്ന് നമുക്ക് കാണാം. ആമേൻ. അത് കർത്താവിന്റെ ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയായിരുന്നു. അരുമനാഥനാകുന്ന ക്രിസ്തു ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നത്. ഞാനിന്ന് ചിന്തിക്കുന്നു, ക്രിസ്ത്യാനികൾ ആരുമില്ലാത്ത ആയിക്കുന്ന ദേശത്തുകൂടെ ശുരനാട് സൗത്ത് പഞ്ചായത്തിന്റെ അവസാനത്തെ 3 വാർഡുകളിലൂടെ അവൻ ദൈവം കടന്നു വന്നത് ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയായിരുന്നു. അതുകൊണ്ടാണ് ആമേൻ സ്തോത്രം പലതിലും മുറ്റം കൊള്ളുവാൻ കഴിയുമായിരുന്ന ഒരു വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിരുന്ന, ഒരു വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്ന ആമേൻ ബിജു കൃഷ്ണന് ആർക്കോ എന്തിനോ വേണ്ടി മരിച്ച ആമേൻ ഒരു വ്യക്തിത്വത്തെയല്ല, സകല മാനവ കുലത്തിന്റെയും പാപത്തിന്റെ മോചനത്തിന് വേണ്ടി കാൽവരിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആമേൻ ലോകരക്ഷിതാവിനെ ഉയർത്തുവാൻ ഇടയാകുന്നത്. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. കരമടിച്ച് ദൈവത്തിന് ഒരു മഹത്വം പറയുവാൻ നമുക്കിടയാകുമാറാകട്ടെ. ശമരിയിലൂടെ നമ്മുടെ കർത്താവിന് കടന്നു പോകേണ്ടി വന്നു. ദൈവത്തിന്റെ കമ്പൽഷൻ അതിന്റെ മേലുണ്ടായിരുന്നു. അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഏകദേശം 6-ാം മണി നേരം. ആമേൻ. നമുക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളിൽ കാണുന്നത് നട്ടുച്ച നേരം, ന്യൂൺ എന്നുള്ളതാണ്. അങ്ങനെ നട്ടുച്ച നേരത്ത് യഹൂദന്മാർ ഒന്നും കാണാതെ വെള്ളം കോരാൻ വരുന്ന ഒരു ശമരിയ സ്ത്രീയെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുകയാണ്. ഈ ശമരിയ സ്ത്രീയോട് വെള്ളം ചോദിക്കുകയാണ്. അവൾ പറഞ്ഞത്, യഹൂദനായിരിക്കെ ശമരിയ സ്ത്രീയായ എന്നോട് നീ കുടിപ്പാൻ ചോദിക്കുന്നു എന്നൊക്കെ പറയുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. പിന്നീട് അവളുടെ പാരമ്പര്യം പറയുന്നുണ്ട്. അവസാനം അവളുടെ ഭർത്താവിന്റെ രീതികളും ഭർത്താക്കന്മാരുടെ ഭാഗങ്ങളും എല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ സ്തോത്രം. നീ പറയുന്നു ആ മലയിലും ഈ മലയിലും ഒക്കെ ആമേൻ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അവർക്ക് മൗണ്ട് ഗെരസീം എന്നറിയപ്പെടുന്ന ഒരു മലയുണ്ട്. ആമേൻ. ജെറുസലേം മല യഹൂദന് പ്രിയപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ ശമരിയർക്കാർക്ക് മൗണ്ട് ഗെരസീം എന്നറിയപ്പെടുന്ന മല, അവിടെയാണ് അവർ ദൈവത്തെ എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. ആമേൻ സ്തോത്രം. ഞങ്ങൾ ആ മലയിലും ഈ മലയിലും ഒക്കെ ദൈവത്തെ ആരാധിച്ചു എന്ന് പറയുമ്പോൾ ആമേൻ മലകൾക്കും പുണ്യസ്ഥലങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശമരിയ സ്ത്രീയോട്, ആമേൻ തൊട്ടുകൂടാത്തവളാകുന്ന ഒരു സ്ത്രീയോട് കർത്താവ് പറയുകയാണ്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ദൈവം ആത്മാവാണ്. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ ഞങ്ങൾ പറയട്ടെ, ദൈവം ആത്മാവാണ്. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ
നമുക്ക് ഇടയാകുമാറാകട്ടെ. അങ്ങനെ നിങ്ങൾ ഈ യോഹന്നാന്റെ സുവിശേഷം ഒന്നർത്ഥവത്തായി പഠിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിരിക്കും. ഓരോ യോഹന്നാൻ സുവിശേഷത്തിന്റെ അധ്യായങ്ങളിലും നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് യേശു കർത്താവ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ രക്ഷിതാവ്, നിങ്ങളുടെ രക്ഷിതാവ് അരിമനാഥനാകുന്ന ക്രിസ്തുവാകുമാറാകട്ടെ. സ്വരാജ് മസ്നി എന്നറിയപ്പെടുന്ന കമ്പനിയിൽ ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടായിരുന്ന മണിക്കുട്ടൻ പിള്ള, വാമൻ സ്തോത്രം, ഭാര്യയും കുഞ്ഞുങ്ങളും മക്കളും ഒക്കെ ഉണ്ടായിരുന്ന മണിക്കുട്ടൻ പിള്ള, അപ്പനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്ന മണിക്കുട്ടൻ പിള്ള, അവൻ ചണ്ഡീഗഡിന്റെ സ്വരാജ് മസ്നിയുടെ ഉന്നത കോൺട്രാക്ടർ, ഒരു മാസം തന്നെ ലക്ഷങ്ങളുടെ വരുമാനമുള്ളവൻ, എല്ലാം നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവൻ ലേഡീസ് ക്ലബുകളിലൊക്കെ ചിലവഴിച്ച് മദ്യപിച്ച് ലക്കുകെട്ടെത്തുന്ന അവൻ മണിക്കുട്ടൻ പിള്ള, അവൻ തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യം കാരണം അവരവരുടെ തിരുവല്ലയിലേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്ന ഒരു കാലഘട്ടം. എന്തിനേറെ നൊന്ത് പ്രസവിച്ച അമ്മയും അപ്പനും പോലും അദ്ദേഹത്തെ ചണ്ഡീഗഡിൽ നിന്ന് വിട്ടിട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം കാണാത്തത് കൊണ്ട് നാട്ടിലേക്ക് കടന്നു വന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മദ്യപിച്ച് ലക്കുകെട്ട് ലേഡീസ് ക്ലബുകളിൽ ചിലവഴിച്ചതിന് ശേഷം രാത്രി അർദ്ധരാത്രി തന്റെ ഫ്ലാറ്റിൽ താൻ അവൻ ഉറങ്ങുവാൻ വേണ്ടി ഡോറ് തുറന്ന് അകത്തേക്ക് പോകുമ്പോൾ അവൻ ആരോ ഇട്ടിട്ട് പോയ ഒരു പഴയ നിയമത്തിന്റെ കോപ്പി, ഒരു കറുത്ത പുസ്തകം, പുതിയ നിയമത്തിന്റെ ഒരു കോപ്പി, അദ്ദേഹം മദ്യലഹരിയിൽ അത് തട്ടി തെറിപ്പിച്ചിട്ട് സോഫയിൽ വന്ന് മലമല കിടക്കുവാനിടയായി തീർന്നു. ഏത് മദ്യപാനിയോടും ദൈവം ആത്മാർത്ഥമായി സംസാരിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം മദ്യപാനത്തെ വെറുക്കുന്ന, പത്തെ മദ്യപാനികളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. മദ്യവും മയക്കുമരുന്നുകളും നിങ്ങളുടെ കുടുംബത്തെ കാർന്നു തിന്നുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ലോകരക്ഷിതാവാകുന്ന യേശുവിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വന്ന് കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനോട് സംസാരിക്കാൻ തുടങ്ങി. തട്ടിത്തെറിപ്പിച്ച പുസ്തകം നീ എടുത്ത് വായിക്കുക, അത് നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ മണിക്കുട്ടൻ പിള്ള മദ്യലഹരി തട്ടിത്തെറിപ്പിച്ച പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. ഒന്നും മനസ്സിലായില്ല. അവസാനം നോക്കിയപ്പോൾ ഒരു സീലും ഒരു നമ്പറും അദ്ദേഹം വിളിച്ചപ്പോൾ ഒരു പാസ്റ്റർ മലയാളി അദ്ദേഹമാണ് എടുക്കുവാനിടയായി തീർന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മദ്യപാനിയാണ്, എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളെല്ലാം എന്നെ വിട്ടിട്ട് കടന്നുപോയിരിക്കുകയാണ്, എനിക്ക് സമാധാനമില്ല, ഞാൻ മദ്യപിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്, ഞാൻ ലേഡീസ് ക്ലബുകളിൽ ചെലവഴിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്, എനിക്ക് അല്പം സമാധാനം വേണം, ഇന്ന് രാത്രി നിങ്ങൾക്ക് എൻ്റെ ഭവനത്തിലൊന്ന് വരാൻ കഴിയുമോ, എനിക്കൊന്ന് വേണ്ടി എനിക്ക് അല്പം സമാധാനം തരാൻ കഴിയുമോ? ആ പാസ്റ്റർ അന്ന് രാത്രി മണിക്കുട്ടൻ പിള്ളയുടെ ഭവനം തേടി കണ്ടെത്തുവാനിടയായി തീർന്നു. തന്റെ വണ്ടിയിൽ കയറ്റി തന്റെ പാർശ്വനേജിലേക്ക് കൊണ്ടുപോയി മദ്യലഹരിയിൽ അവൻ ഈ സത്യസുവിശേഷമാകുന്ന ഈ നല്ല ദൈവമാകുന്ന രക്ഷിതാവിനെ സ്വന്തം ദൈവമായി ആരാധിക്കുവാൻ, സ്വന്തം ദൈവമായി അംഗീകരിക്കുവാൻ മണിക്കുട്ടൻ പിള്ളയ്ക്ക് അന്ന് രാത്രി ഇടയായെന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. അതിനുശേഷം ആ മണിക്കുട്ടൻ പിള്ള മദ്യപാനമില്ലാതെ കുടുംബ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ തന്റെ മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുങ്ങളും അടക്കം ചണ്ഡീഗഡിൽ താമസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് NSSന്റെ ഒരു സീനിയർ മെമ്പറുടെ മകനായിരുന്ന എൻ്റെ അങ്കിൾ സുധീർ കുറുപ്പ്, തനിക്ക് ഏറെ പരിചയമുള്ള, ഞങ്ങൾക്ക് ഏറെ പരിചയമുള്ള, ഞങ്ങളുടെ കുടുംബസ്ഥനാകുന്ന ആർമിയിലെ ഉന്നതനാകുന്ന വ്യക്തിത്വം തനിക്ക് ജോലി നേടിക്കൊടുക്കുമെന്നുള്ള ഒരു ഉറപ്പിന്മേൽ ഞങ്ങളുടെ ഒരു മറ്റൊരു ബന്ധു RR പിള്ള എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തോടൊപ്പം ചണ്ഡീഗഡിലേക്ക് എത്തുവാനിടയായി തീർന്നത്. ചണ്ഡീഗഡിലെത്തി രാത്രി ഞങ്ങളുടെ ബന്ധു ആർമിയിലെ ഉന്നത ഉദ്യോഗസ്ഥനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരൊരു ശല്യമാകുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ അങ്കിൾ സുധീർ കുറുപ്പിനെയും എൻ്റെ ബന്ധു RR പിള്ളയെയും അദ്ദേഹം നിർദാക്ഷിണ്യം അന്ന് രാത്രി അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുവാനിടയായി തീർന്നു. ആമേൻ, സ്തോത്രം. നിങ്ങൾക്ക് കയറി കിടക്കാനുള്ള വീടല്ല ഇത്, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് അന്ന് രാത്രി അവരെ അവിടെ നിന്ന് ഇറക്കി വിടുവാനിടയായി തീർന്നു. ചണ്ഡീഗഡിൽ എങ്ങോട്ട് പോകണം, എവിടേക്ക് പോകണം എന്നൊന്നും അദ്ദേഹത്തിന് അറിയുവാൻ അവർക്കറിയുമായിരുന്നില്ല. നല്ല ലാംഗ്വേജുകളില്ല, നല്ല ഭാഷ അറിയത്തില്ല. അവർ ജോലി അന്വേഷിക്കുവാൻ തുടങ്ങി. സർദാർജിമാർ പറഞ്ഞു, പാട്യാല യൂണിവേഴ്സിറ്റിയുടെ ഇവിടെ ഒരു ക്യാൻറ്റീനിലുണ്ട്, ഇന്ത്യൻ കോഫി ഹൗസ്, അവിടെ നിങ്ങൾക്ക് ജോലി കിട്ടും, അവിടെ പോയാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയുവാനിടയായി തീർന്നു. ആമേൻ, സ്തോത്രം. ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന എൻ്റെ അങ്കിൾ സുധീർ കുറുപ്പും എൻ്റെ ബന്ധു RR പിള്ളയും തിരിച്ചു വരുവാൻ അവർ ശ്രമിച്ചില്ല. അധ്വാനിച്ച് ജീവിക്കണം, അതായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നേടി ജയിക്കണമെന്നായിരുന്നു ആ ചെറുപ്പക്കാരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ സ്വരാജ് മസ്ദേ എന്ന പാട്യാല യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ അവർക്ക് ജോലി കിട്ടി. മോഹൻദാസ് പാസ്റ്ററിന് നന്നായിട്ട് അറിയാം.
അവർക്ക് കിട്ടിയ ആദ്യത്തെ തൊഴിൽ എന്ന് പറയുന്നത് ഉരുളൻകിഴങ്ങ് പുളിയായിരുന്നു, ഉള്ളി പൊളിയായിരുന്നു. അവർ അത് വളരെ കൃത്യതയോടെ ചെയ്തു. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, ദൈവം അധികത്തിന് വിചാരകനാക്കും. അത് ശുശ്രൂഷയിലാണെങ്കിൽ, നിങ്ങളുടെ ജോലി മേഖലകളിൽ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, ദൈവം നിങ്ങളെ അധികത്തിന് വിചാരകനാക്കും. അതുകൊണ്ട് അതിന്റെ മാനേജർ എന്റെ അങ്കിൾ സുധീർ കുറുപ്പിന് പ്രൊമോഷൻ കൊടുത്തു. RR പിള്ളയ്ക്കും അവർ പിന്നീട് വെയിറ്റർമാരായി. അങ്ങനെ വെയിറ്റർമാരായിരിക്കുന്ന ആ ഭാഗത്ത്, പാത്രമൊക്കെ കഴുകി വെയിറ്റർമാരായിരിക്കുന്ന ഭാഗത്താണ് പാട്യാല യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ മകൻ, അവൻ ബിയാൻ സിംഗ് എന്നറിയപ്പെടുന്ന ഭീകരൻ, പാട്യാല ചണ്ഡീഗഡിന്റെ മുഖ്യമന്ത്രിയെ വെടിവെച്ച്, പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയെ വെടിവെച്ച് കൊല്ലുവാനിടയായി തീർന്നത്. ആ ക്യാൻറ്റീനിൽ ഇഷ്ടം പോലെ ടിപ്പുകൾ എന്റെ അങ്കിളിനൊക്കെ കൊടുക്കുന്ന ഭീകരനാണ് ഇവനെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പേടിച്ചിട്ട് അവിടെ വിട്ടു പോകുവാനിടയായി തീർന്നു. RR പിള്ള എന്നറിയപ്പെടുന്നതിന് ബന്ധു ആ ഒരു മധ്യരാജാവിന്റെ സംരക്ഷണത്തിലായി, അദ്ദേഹത്തിന്റെ അക്കൗണ്ടന്റായി. എന്റെ അങ്കിൾ സുധീർ കുറുപ്പിനെ കൊണ്ടുപോകുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു മലയാളിയുടെ ചായക്കടയിൽ അവൻ ചായ ഒഴിച്ച് അങ്ങനെ നിൽക്കുന്ന അവസരം, ആ അവസരത്തിൽ മണിക്കുട്ടൻ പിള്ള ചായ കുടിക്കുവാൻ ആ തട്ടുകടയിൽ വരുമായിരുന്നു. ചണ്ഡീഗഡിൽ കൊടുന്തണുപ്പത്ത് ആ തട്ടുകടയിലാണ് എന്റെ അങ്കിൾ സുധീർ കുറുപ്പ് കിടന്നുറങ്ങുന്നത്. നിങ്ങൾ ഓർക്കണം, വിദ്യാസമ്പന്നൻ, കുടുംബത്തിന് പ്രശ്നമില്ല, മഹത്വമുള്ളവൻ, എല്ലാം ഉള്ളവൻ. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ക്ഷേത്രങ്ങളുണ്ട്. ഞങ്ങളുടെയും നാട്ടുകാർ എന്നെ മുത്തശ്ശിയെ വിളിക്കുന്നത് സ്വാമിയമ്മ എന്നാണ്. ഇങ്ങനെയൊക്കെ ഒത്തിരി പറയാൻ ഞങ്ങൾക്കുണ്ട്. പക്ഷെ അവർ തീരുമാനിച്ചു, രക്ഷപ്പെട്ടിട്ടല്ലാതെ ഇവിടെ നിന്ന് കടന്നു പോകത്തില്ല. പ്രിയപ്പെട്ടവരെ, ആ മണിക്കുട്ടൻ പിള്ള ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് സ്നേഹമുള്ളവനായി. ക്രിസ്തു നമ്മളിൽ വന്നാൽ മാറ്റമുള്ളവരാകണം. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി. സ്തോത്രം. മണിക്കുട്ടൻ പിള്ള അവിടെ ചായ പിടിക്കാൻ വന്നിട്ട് ചോദിച്ചു, നീ എവിടെയാ കിടന്നുറങ്ങുന്നത്? ഇവിടെ കിടന്നുറങ്ങും. നീ എന്താ ഭക്ഷിക്കുന്നത്? ഈ കിട്ടുന്നതൊക്കെ ഭക്ഷിക്കും, അതാണ് എന്റെ ജീവിത രീതി. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ആ ഫ്ലാറ്റിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ എന്റെ വീടുണ്ട്, നിനക്ക് അവിടേക്ക് കടന്നു വരാം, അവിടെ നിനക്ക് സുഖമായിട്ട് ഉറങ്ങാം എന്ന് പറയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ അങ്കിൾ അതൊരു വലിയ സന്തോഷമായി. അർദ്ധരാത്രി താൻ കടയൊക്കെ അടച്ചിട്ട് ആ ഫ്ലാറ്റിലേക്ക് കടന്നുറങ്ങുവാൻ വേണ്ടി കടന്നുപോയി. നാട് വിട്ടിട്ട് ആദ്യമായിട്ടാണ് നല്ല വീട്ടിൽ, നല്ല മെത്തയിൽ കിടന്നുറങ്ങുന്നത്. അങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ അർദ്ധരാത്രി ഏകദേശം ഒരു 2 മണിയായി കാണും. മണിക്കുട്ടൻ പിള്ള ഒരു കരച്ചിൽ എന്റെ അങ്കിൾ സുധീർ കുറുപ്പ് ഞെട്ടി ഉണർന്നു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കൊടുന്തണുപ്പത്ത് ഒരു പാപപോലുമില്ലാതെ മുട്ടിന്മേൽ നിന്ന് സകല ജരാചരങ്ങളുടെയും സൃഷ്ടിതാവായ ഞങ്ങളുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി മരിച്ച യേശു കർത്താവേ, ഈ സുധീർ കുറുപ്പിനെയും അവൻ നിന്നെ കണ്ടെത്തുവാൻ, നിന്നെ ദൈവമായി അംഗീകരിക്കുവാൻ, അവന്റെ സ്ഥിതികൾ മാറുവാൻ നീ കൃപ ചെയ്യണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു മണിക്കുട്ടൻ പിള്ള. എന്റെ അങ്കിളിന് അത് അംഗീകരിക്കുവാൻ വലുതാ പ്രയാസമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇത്ര ദൈവങ്ങളുണ്ട്, എന്റെ വീട്ടിൽ സ്വന്തമായി ക്ഷേത്രങ്ങളുണ്ട്, എന്റെ മുത്തശ്ശി സ്വാമിയമ്മയാണ്, എനിക്കെല്ലാം ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ക്രിസ്തുവിനെ വേണ്ട എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും. എല്ലാം നഷ്ടപ്പെട്ടു പോയ മണിക്കുട്ടൻ പിള്ളയുടെ സാക്ഷ്യം എന്റെ അങ്കിളിനെ രൂപാന്തരപ്പെടുത്തുവാനിടയായി. അങ്ങനെ എന്റെ അങ്കിൾ സുധീർ കുറുപ്പ് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്നു. ഏകരക്ഷിതാവാകുന്ന ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് എന്റെ അങ്കിൾ സൗദി അറേബ്യയിലുണ്ട്, ദമാമിൽ. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. സ്തോത്രം. കർത്താവിനെ അംഗീകരിച്ചതുകൊണ്ട്, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചതുകൊണ്ട് എന്റെ അങ്കിൾ ഇന്ന് സുധീർ കുറുപ്പ് എന്ന് സൗദി അറേബ്യയിൽ കർത്താവിനെ ഉയർത്തുന്ന ഒരു ദൈവദാസനാണ്. വളരെ മനോഹരമായ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭ ദമാമിൽ അദ്ദേഹത്തിനുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ തീർന്നില്ല. ഇന്ന് എന്റെ അങ്കിൾ സുധീർ കുറുപ്പ് സ്തോത്രം ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ ഓണറായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. തന്റെ അറിവി പോലും നീ എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് പോലും ചോദിക്കാത്ത നിലയിലേക്ക് എന്റെ അങ്കിളിനെ കർത്താവ് മാനിച്ചതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആ മനുഷ്യന്റെ ഒരു തീരുമാനമാണ്. സ്തോത്രം. സ്നാനപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം എടുത്തൊരു തീരുമാനം. അദ്ദേഹം സ്നാനപ്പെടുന്ന ദിവസം തനിക്ക് അറിയാവുന്ന ഏക ബന്ധു RR പിള്ളയാണ്. അദ്ദേഹത്തെ വിളിച്ചു, അടുത്ത ദിവസം ഞാൻ സ്നാനപ്പെടാൻ പോകുകയാണ്, ക്രിസ്തുവിനോട് ചേരാൻ പോകുകയാണ്, നിന്റെ അഭിപ്രായം എന്താണ്? നീ ഇവിടെ ഒന്ന് വരുമോ? എനിക്കിവിടെ മറ്റു ബന്ധുക്കളൊന്നുമില്ല, നീ വരുമോ എന്ന് ചോദിക്കുവാനിടയായി. RR പിള്ളയങ്കിൾ ഓടി വന്നിട്ട് എന്റെ അങ്കിളിനോട് ചോദിച്ചു, നീ എന്ത് ഭ്രാന്തരമാണ് ഈ കാണിക്കുന്നത്? എന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത്?
നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് എങ്ങോട്ട് പോകും? ശൂർനാടിന്റെ മണ്ണിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റത്തില്ല. അവരൊക്കെ നമ്മളെ അടിച്ച് പടിയടച്ച് പിണ്ടം വയ്ക്കും, വെട്ടി നുറുക്കി നിന്നെ പട്ടിക്കിട്ട് കൊടുക്കും. അതുകൊണ്ട് ആമേൻ സ്തോത്രം, വേണ്ട വേണ്ട, ഈ കളിയൊന്നും വേണ്ട എന്ന് അദ്ദേഹം പറയുവാനിടയായി തീർന്നു. പക്ഷെ എന്റെ അങ്കിൾ അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു വന്ന് രാത്രി, കർത്താവേ, നിനക്ക് വേണ്ടി പരസ്യമായി നിൽക്കുവാൻ എനിക്ക് മനസ്സാ. പക്ഷെ എൻ്റെ കുടുംബത്തെ ഓർക്കുമ്പോൾ, എൻ്റെ സഹോദരിമാരെ ഓർക്കുമ്പോൾ, എൻ്റെ സഹോദരിമാരുടെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് ഈ മാർഗത്തിൽ പരസ്യമായി നിനക്ക് വേണ്ടി നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു നീ ദൈവമാണ്, നീ രക്ഷിതാവാണ്, നീ എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചവനാണ് എന്നൊക്കെ. പക്ഷേ ആ മനുഷ്യൻ അന്ന് അർദ്ധരാത്രി പ്രാർത്ഥിച്ചു കിടന്നു. പിറ്റേന്ന് അദ്ദേഹം മരണവെപ്രാളത്തോടെ പിടയുകയാണ്. തന്റെ ധൂപകൂപങ്ങളിലൂടെ ബ്ലഡ് പുറത്തു പോകാൻ തുടങ്ങി, തന്റെ യൂറിലൂടെ ബ്ലഡ് പുറത്തു പോകാൻ തുടങ്ങി. അങ്ങനെ മരണവെപ്രാളത്തോടെ പിടയുന്ന അവൻ സുധീർ കുറുപ്പ് എൻ്റെ അങ്കിളിനെ അവരെല്ലാം കൂടെ ചേർന്ന് ഐശ്വര്യാക്കി അവിടുത്തെ ഹോസ്പിറ്റലിൽ. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ഏത് ഐശ്വര്യം ഇറങ്ങുന്ന ദൈവത്തിന്റെ കൃപ ആ ഐശ്വര്യം ഇറങ്ങുവാനിടയായി തീർന്നു. എൻ്റെ അങ്കിളിനോട് ദൈവം എങ്ങനെയാണ് ചോദിച്ചത്? അവസാനമായി നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുമോ എന്ന് പറയുവാനിടയായി തീർന്നു. അവസാനം പ്രാർത്ഥിച്ച പ്രാർത്ഥന അതിങ്ങനെയാണ്: എനിക്ക് പരസ്യമായി നിൽക്കാൻ കഴിയുന്നില്ല, രഹസ്യത്തിൽ ഞാൻ ദൈവമേ നിന്നെ രക്ഷിതാവായി സ്വീകരിച്ചു കൊള്ളാമെന്ന്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കർത്താവ് എൻ്റെ അങ്കിളിനോട് ഇങ്ങനെ ചോദിച്ചു, ആമേൻ, നോക്കുക, നിന്റെ പാപത്തിന് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് അടിയേറ്റ് തുപ്പലേറ്റ് നടന്നു പോകുന്ന എന്നെ നീ കാണുന്നില്ലേ? കാണുന്നുണ്ട്. പരസ്യത്തിലാണോ രഹസ്യത്തിലാണോ നിന്റെ പാപത്തിന് വേണ്ടി അവൻ തെരുവോരങ്ങളിൽ അടിയേറ്റ് തുപ്പലേറ്റ് നിന്ദയേറ്റ് പീഡിതനാകുവാൻ ഞാൻ ഇടയായി തീർന്നത്? അത് പരസ്യത്തിലാണ്. അവൻ തീർന്നില്ല. ഗോൽഗോഥയുടെ മലമുകളിലേക്ക് ഞാൻ നടന്നുപോയത്, മൂന്നാണിമേൽ തളയ്ക്കപ്പെട്ടത് രഹസ്യത്തിലാണോ പരസ്യത്തിലാണോ? എൻ്റെ അങ്കിൾ പറഞ്ഞു, അത് പരസ്യമായിട്ടാണ്. ജനമേ കേൾക്ക, എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ മോചനത്തിന് വേണ്ടി പരമയാഗമായി തീർന്ന ക്രിസ്തു നമുക്ക് വേണ്ടി അവൻ പരിത്യാഗമായത് പരസ്യമായിട്ടാണ്. അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. അന്ന് ആ മനുഷ്യൻ ആയുസ്സിൽ കടന്ന് ഇങ്ങനെ പറഞ്ഞു, എന്നെ ആരൊക്കെ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുത്താലും, വെട്ടി നുറുക്കി പിണ്ടമാക്കിയാലും, ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, ആരൊക്കെ പടിയടച്ച് പിണ്ടം വെച്ചാലും അവൻ അരിമനാഥനാകുന്ന ദൈവത്തിന് വേണ്ടി ഞാൻ പരസ്യ സാക്ഷിയാകും. ആ ഒരു തീരുമാനമാണ് ഇന്ന് രാത്രി ബിജു കൃഷ്ണനാകുന്ന എനിക്ക് ഈ മണ്ഡലത്തിലെത്തി എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ ഇടയാകുന്നത്. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. സന്തോഷമുള്ള പ്രിയപ്പെട്ടവർ കരമുയർത്തി കർത്താവിനൊന്ന് മഹത്വം പറഞ്ഞാട്ടെ. നമ്മുടെ രക്ഷിതാവ് അവൻ കർത്താവാണ്. അവൻ തീർന്നില്ല പ്രിയപ്പെട്ടവരെ. അടുത്ത ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ രണ്ടാമത്തെ ടൈറ്റിൽ അവൻ ഹി ഈസ് ദ ഹോപ്പ് ഓഫ് ദ വേൾഡ്. നമ്മുടെ പ്രത്യാശയാണ് കർത്താവ്. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ക്രിസ്തു നമ്മുടെ പ്രത്യാശയാണ്. കരമുയർത്തി ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞേ, ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു, ക്രിസ്തു നമ്മുടെ പ്രത്യാശയാണ്. അവൻ അതിനകത്ത് പ്രധാനമായി രണ്ടർത്ഥങ്ങൾ ഞാൻ കാണുവാനിടയായി. Men found in Christ the hope of moral victory and self-consciousness എന്നുള്ളതാണ്. ഒരു മനുഷ്യന് മോറലായ ആമേൻ വിക്ടറി, ജയം നൽകുന്നത്, ആമേൻ സ്തോത്രം, ജയം നൽകുന്നത് ആമേൻ കർത്താവാണ്. പ്രത്യാശ നൽകുന്ന കർത്താവാണ്. ആമേൻ സ്തോത്രം. ആ മോറൽ എന്ന് പറയുമ്പോൾ നൈതികമായ വിജയം, സദാചാരപരമായ വിജയം, ധാർമ്മികമായ വിജയം നൽകുന്നത് കർത്താവാണ്. ആമേൻ. മോറൽ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയാമോ? ഇമ്മോറൽ എന്നുള്ളതാണ്. ഇമ്മോറലായി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, അവൻ നിങ്ങൾക്ക് ഇമ്മോറൽ ആക്ടിവിറ്റീസിൽ നിന്ന് പ്രതീക്ഷ നൽകുന്ന ഒന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അരിമനാഥനാകുന്ന കർത്താവാണ്. കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം പറഞ്ഞേ. ആമേൻ. ഡിസംബർ 1 നമ്മുടെ മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഞാൻ പറയുന്നത്. എറണാകുളം മെഡിക്കൽ കോളേജിൽ ഏകദേശം വെളുപ്പാങ്കാലത്ത് 4 മണിയായപ്പോൾ 1.5 വയസ്സുള്ള ഒരു ആൺകുഞ്ഞുമായിട്ട് ആലപ്പുഴക്കാരി അശ്വിനി എന്ന് പറയുന്ന പെൺകുട്ടിയും കണ്ണൂർകാരൻ VP ഷെനീഫ് എന്നറിയപ്പെടുന്ന ചെറുപ്പക്കാരനും ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഞങ്ങൾ നൊന്ത് പ്രസവിച്ച് മലയൂട്ടി വളർത്തുന്ന ഞങ്ങളുടെ 1.5 വയസ്സുള്ള കുഞ്ഞ് അവൻ നിശ്ചലമായിരിക്കുന്നു, പാല് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ആ കുഞ്ഞിനെയും കൊണ്ട് VP ഷെനീഫും അശ്വിനിയും എറണാകുളം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുവാൻ ഇടയായി
ഇടയായി തീർന്നത്. ഡ്യൂട്ടി ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. കുഞ്ഞു മരിച്ചിട്ട് ഏകദേശം അരമണിക്കൂറാകുന്നു. അവൻ ഡോക്ടറിന് സംശയമായി. അദ്ദേഹം പോലീസിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പോലീസുകാർ ഓടിയെത്തി കഴിഞ്ഞപ്പോൾ ചോദ്യം ചെയ്തു. അവൻ BP ഷെരീഫ് അശ്വിനി, അവൻ സത്യം വെളിച്ചത്ത് വന്നു. ഞങ്ങൾ കാമിതാക്കളാണ്. അവൻ BP ഷെരീഫിന്റെ മകനല്ല. ഈ കുഞ്ഞെന്ന് പറയുന്ന 1.5 വയസ്സുകാരൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായി ജീവിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഈ കുഞ്ഞിനെ കൊല്ലുവാൻ ഇടയായി തീർന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് കരയുവാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കുഞ്ഞിന്റെ തലയോട്ടി മുഴുവൻ ചിതറിത്തെറിച്ച് അവൻ ശരീരത്തിൽ ഏകദേശം 50ഓളം കടിച്ച പാടുകൾ. 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ചരിത്രം കേരളത്തിൽ നടന്നതാണ് ഞാൻ നിങ്ങളോട് പറയുവാനിടയായി തീർന്നത്. BP ഷെരീഫിനോട് പോലീസ് വീണ്ടും ചോദിച്ചു, നീ എങ്ങനെയാണ് കുഞ്ഞിനെ കൊന്നത്? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ കുഞ്ഞ്, അവൻ ഇവളുടെ കുഞ്ഞ്, ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കുവാൻ വേണ്ടി അവൻ എന്റെ ബലിഷ്ഠമായ മുട്ടിലേക്ക് ആ കുഞ്ഞിനെ തലകീഴായി ഞാൻ പിടിച്ചിട്ട് അതിന്റെ ഞാൻ എന്റെ മുട്ടിൽ ഇടിച്ച് ആ കുഞ്ഞിന്റെ തല ഇടിച്ച് ഞാൻ കൊല്ലുവാനിടയായി തീർന്നു. ഓരോ തവണ ഇടിക്കുമ്പോഴും കുഞ്ഞു മരിച്ചു എന്ന് ഉറപ്പാക്കുവാൻ വേണ്ടി അവൻ സ്തോത്രം ഞാൻ കുഞ്ഞിനെ അവൻ കാർന്ന് കടിക്കുവാൻ ഇടയായി തീർന്നു എന്ന് അദ്ദേഹം പറയുവാൻ വേണ്ടി ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിന്റെ സാരം ഇതാണ് അവൻ ഇന്നത്തെ ചുറ്റുപാടെന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരാണ് നമ്മളെന്ന് പറയുന്നത്. അവൻ ഏകദേശം 30ഓളം കടി കൊണ്ട് മരിക്കേണ്ടി വന്ന, അവൻ ബ്രെയിൻ തകർന്ന് മരിക്കേണ്ടി വന്ന 1.5 വയസ്സുകാരന്റെ ചരിത്രം നമ്മൾ മറന്നിട്ടില്ല. ഇമ്മോറാലിറ്റികളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഇമ്മോറാലിറ്റികളിൽ നിന്ന് മാനവകുലത്തിന് വിടുതൽ നൽകുവാൻ കഴിവുള്ള ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം പറഞ്ഞാട്ടെ. തീർന്നില്ല. നമുക്കറിയാം, അവൻ ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ ജ്വലിക്കണം ചോരത്തിരകളിൽ എന്ന് പാടിയ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. എന്നാൽ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ അത്ര സുന്ദരമായ ഒരു യാത്രയല്ല ഭാരതം നമുക്ക് കാണിച്ചു തരുന്നതെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ജില്ല പത്തനംതിട്ട ജില്ല, അവിടെ ഇലന്തൂർ എന്നറിയപ്പെടുന്ന ഒരു ദേശം. കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ ജനവിഭാഗമുള്ളത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ അവൻ പണ്ട് നരബലി എന്നറിയപ്പെടുന്ന ഭാഗം നമ്മൾ കേട്ടത് അങ്ങ് ആഫ്രിക്കയിലായിരുന്നു. നരബലി നടത്തുന്ന, മനുഷ്യരെ തിന്നുന്ന ജനവിഭാഗത്തെ മാറ്റിയത് ക്രിസ്തുവിന്റെ സ്നേഹമായിരുന്നു എന്നുണ്ടെങ്കിൽ അവൻ 100% സാക്ഷരതയുള്ള പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ മുഹമ്മദ് ഷാബി എന്നറിയപ്പെടുന്ന ഒരു മന്ത്രവാദി, ഭഗവത് സിംഗ് എന്ന് പറയുന്ന ഒരു കുടുംബനാഥനോടും ലൈല എന്നറിയപ്പെടുന്ന ഒരു കുടുംബനാഥയോടും ചേർന്ന് 49 വയസ്സുള്ള റോസ്ലിനെയും 52 വയസ്സുള്ള പന്മയെയും അവൻ വെട്ടി നുറുക്കി അവരുടെ അവൻ പാചകപ്പുരയിൽ വെച്ച് വെട്ടി നുറുക്കി അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കുക്കറിൽ വെച്ച് അടിച്ച് ബീഫും ചിക്കനും ഒക്കെ കഴിക്കുന്നത് പോലെ കഴിച്ചൊരു ചരിത്രം നമ്മൾ ഞെട്ടിയില്ലേ? നരബലി കേരളത്തിൽ നടന്നില്ലേ? പത്തനംതിട്ട പോലീസിന്റെ വിശകലനം എന്ന് പറയുന്നത് മന്ത്രവാദിയാകുന്ന മുഹമ്മദ് ഷാബി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് നമ്മളോട് വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നത്. മദ്യവും മയക്കുമരുന്നും ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു സമൂഹത്തെ, ഒരു ജനതയെ മുഴുവൻ കൊന്നൊടുക്കുന്ന ഒരു സംസ്കാരമായി മാറുന്നു എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ. പണ്ട് മദ്യം, മയക്കുമരുന്ന് എന്നൊക്കെ പറയുമ്പോൾ അത് ഉപയോഗിക്കുന്നവർ മുതിർന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ അവൻ ഡോൺ ബോസ്കോയും അവൻ ഇംഹാൻസ് എന്നറിയപ്പെടുന്ന ബാംഗ്ലൂർ ബേസ്ഡ് മെഡിക്കൽ കോളേജും കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ നടത്തിയ ഒരു പഠനമുണ്ട്. ഈ പന്തളത്തെ ഗ്രാമങ്ങളിലെ സ്കൂളുകളിലും നടത്തിയ ഒരു പഠനമുണ്ട്. അതായത് ഇന്ന് കേരളത്തിലെ കുഞ്ഞുങ്ങൾ മദ്യം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ വയസ്സെന്ന് പറയുന്നത് 10 വയസ്സിന് താഴെയാണ്. 5 വയസ്സ്, 6 വയസ്സ് ഒക്കെ ഉള്ളപ്പോൾ മദ്യവും മയക്കുമരുന്നുകളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മേഖലകളിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത. തീർന്നില്ല. പണ്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മൾ ടോഫികൾ, മിഠായികൾ നമ്മൾ ബസ്സുകളിലും സ്കൂൾ ബസ്സുകളിലും സ്കൂളുകളിലും ഒക്കെ കൊടുത്തു വിടുമായിരുന്നു. എന്നാൽ ഇന്ന് എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾ, കുന്നത്തൂരിലെ പല സ്കൂളുകളിലും ടോഫികൾ, മിഠായികൾ ഹാപ്പി ബർത്ത്ഡേക്ക് കൊടുത്തു വിടുവാൻ നിരോധനം നമ്മുടെ സ്കൂളുകൾ എടുക്കുവാൻ ഇടയായി തീർന്നു. എന്താ കാരണം? കുന്നത്തൂരിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിച്ച് മിഠായി വിതരണം ചെയ്തപ്പോൾ മിഠായി കടിച്ച പെൺകുഞ്ഞുങ്ങൾ ഒന്നടങ്കം
മയക്കുമരുന്നിന്റെയും ഉപയോഗം മിഠായികളിൽ പോലും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ സ്കൂളുകളിൽ നിന്ന് മിഠായികൾ പോലും അവൻ പുറത്താക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ സംസ്കാരം മാറിപ്പോകുവാൻ ഇടയായി തീർന്നത്. കാമൻ തിരുവല്ല വേങ്ങൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം 69 വയസ്സുകാരൻ 68 വയസ്സുള്ള തന്റെ ഭാര്യയും ഓടിക്കൊണ്ടിരുന്ന കാറിൽ കത്തി അമരുവാൻ ഇടയായി തീർന്നു. തിരുവല്ല പോലീസ് നടത്തിയ ഒരു വിശകലനം 69 വയസ്സുള്ള അവൻ വാർദ്ധക്യത്തിലേക്ക് നടക്കുന്ന കുടുംബനാഥൻ, 67 വയസ്സുള്ള കുടുംബനാഥ, അവർ ദമ്പതികളാണ്. ആക്സിഡന്റായി കത്തി മരിച്ചതല്ല, അവർ സ്വയം കത്തി ഒടുങ്ങുകയായിരുന്നു. കാരണം ഒരേ ഒരു മകൻ, ഉന്നത കുലജാതൻ, ഉന്നത കുടുംബം, പണത്തിന് പണം. എന്നാൽ മദ്യം, മയക്കുമരുന്ന് ആ കുടുംബത്തെ കാർന്നു തിന്നപ്പോൾ അവന്റെ ചികിത്സയ്ക്ക് വേണ്ടി സകലതും വിട്ട് നശിപ്പിച്ചപ്പോൾ ഇനിയും ആ കുഞ്ഞ് പുറത്തു വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു പിടി വരി എഴുതി വെച്ചിട്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ ഒരേ ഒരു മകന് വേണ്ടി അവന്റെ ചികിത്സയ്ക്ക് പണമില്ലാത്തത് കൊണ്ട്, മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് അവൻ പുറത്തു വരാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക്. ഇതിന് നമ്മൾ പറയുന്നത് ക്രമം കെട്ട ജീവിതം എന്നാണ്. ക്രമം കെട്ട ജീവിതങ്ങൾ, ആമേൻ, സ്തോത്രം. പ്രത്യാശയില്ലാത്ത ജീവിതങ്ങൾ, ഇമ്മോറലായ ആക്ടിവിറ്റികളിൽ ജയമില്ലാത്ത പ്രിയപ്പെട്ടവർ. എന്നാൽ മദ്യവും മയക്കുമരുന്നുകളും നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നമാകുന്നു എന്നുണ്ടെങ്കിൽ, കടബാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമാകുന്നു എന്നുണ്ടെങ്കിൽ, പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് നിങ്ങൾക്ക് രക്ഷ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഫിസിക്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിനകത്ത് തെർമോഡൈനാമിക്സ് എന്നറിയപ്പെടുന്ന ഒരു സിദ്ധാന്തമുണ്ട്. ഊഷ്മഗതി വിജ്ഞാനം എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. ഇങ്ങനെയുള്ള സ്വഭാവത്തിന് നമ്മൾ പറയുന്നത് ക്രമം കെട്ട ഒരു ജീവിതം എന്നുള്ളതാണ്. ബൈബിൾ അതിന് പറയുന്നത് പാപം എന്നാണ്. പാപം, സിൻ, ഹമാട്ടിയ, ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ്. അതിന്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറയുന്നത്, ദൈവത്തിന്, സൃഷ്ടിതാവാകുന്ന ദൈവത്തിന് മാനവകുലത്തെ കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്. അവർ നേരായ വഴിക്ക് നടക്കണം, കർത്താവായ യേശുവിനെ അറിയണം, അവർ പാപമോചിതരായി നടക്കണം എന്നുള്ളതായിരുന്നു കർത്താവിന്റെ ലക്ഷ്യം. മാതാപിതാക്കൾക്ക് തലമുറകളെ കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്. മദ്യത്തിന്, മയക്കുമരുന്നിന്, പാപത്തിന് അടിമകളാകാതെ അവർ ജീവിക്കണം. സമൂഹത്തിന് കൊള്ളാവുന്നവരായി അവർ ജീവിക്കണം. ക്രമം കെട്ട ഒരു ജീവിതം. തെർമോ ഡൈനാമിക്സ്, ഊഷ്മഗതി വിജ്ഞാനം എന്താണിത്? ഇതിന് 3 തത്വങ്ങളുണ്ട്. രണ്ടാമത്തെ തത്വം അതിങ്ങനെയാണ്: ഈ ലോകത്ത് ക്രമം കെട്ട ഒന്ന് ക്രമമുള്ള ഒന്ന് ഇവിടെ ഭരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ലോകത്ത് ക്രമം കെട്ട ഒന്ന് ക്രമമുള്ളതായി മാറണമെന്നുണ്ടെങ്കിൽ ക്രമമായ ഒന്നിവിടെ ഭരിക്കണം. ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തുന്നു. സൂര്യനിൽ നിന്നാണ് നമുക്ക് ചൂടും പ്രകാശവും ഇവിടെ കിട്ടുന്നത്. നമുക്ക് സൂര്യനിൽ നിന്ന് ചൂടും പ്രകാശവും ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ദശലക്ഷക്കണക്കിന് വരുന്ന മാറ്ററുകൾ സൂര്യനിൽ കത്തി അമരണം. ഇവിടെ തെങ്ങുകൾ നിൽക്കുന്നുണ്ട്, നമുക്ക് നല്ല തേങ്ങ ലഭിക്കുന്നുണ്ട്. തേങ്ങ നമുക്ക് ലഭിക്കണമെങ്കിൽ, അത് നമ്മൾ പാചകത്തിൽ ഉപയോഗിക്കണമെങ്കിൽ ഒരു വിത്ത് തേങ്ങ വീണ് ചാകണം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഗോതമ്പ് മണി അവൻ വെറുതെ ഇരുന്നാൽ എന്ത് പ്രയോജനം? ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്താലോ ഏറെ പ്രയോജനം. അതേ പ്രിയപ്പെട്ടവരെ, ക്രമം കെട്ട മാനവകുലത്തെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയ മാനവകുലത്തെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയ, ക്രമം കെട്ടുപോയ ബിജു കൃഷ്ണനെ രക്ഷിക്കുവാൻ, ക്രമമുള്ളവനാക്കുവാൻ ഒരുവൻ കാൽവരിയിൽ മരിച്ചു. ക്രമമുള്ളവൻ, പാപമില്ലാത്തവൻ കാൽവരിയിൽ മരിച്ചു. ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ബിജു കൃഷ്ണൻ അവസാനം 2000-ൽ ഞാൻ കാണുന്നത് ആർമിയുടെ ഒരു നല്ല റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിരുന്ന എൻ്റെ പിതാവ് NC പിള്ളൈ, തിരുവല്ലക്കാരനാണ്, വെൺപാലക്കാരൻ, വളരെ റിലീജിയസ് ആയി ജീവിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ പിന്നീട് ഞാൻ 2000-ൽ കാണുന്നത് ഒരു മാനസിക രോഗിയായിട്ടാണ്. മാനസിക രോഗിയായി 5ഓളം ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി 7-8 ടാബ്ലറ്റുകൾ വരെ കഴിച്ച് അല്പമായി ഉറങ്ങുന്ന എൻ്റെ പിതാവ് VS കൃഷ്ണപിള്ളൈ എന്ന VSK പിള്ളൈ, ആർമിയുടെ നല്ലൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ, മക്കളെ കുറിച്ച് ഓർത്ത് മാനസിക രോഗിയായി പോയ ഒരു മനുഷ്യൻ. ഉണ്ടായിരുന്നതെല്ലാം വെറ്റി ചികിത്സിച്ചും ചെയ്യാവുന്നതിൻ്റെ അപ്പുറം റിലീജിയസ് ആയി, മതപരമായി ചെയ്തിട്ടും യാതൊരു പ്രത്യാശയും ഇല്ലാതിരുന്ന
ആയിക്കുന്നത്തെ കാളീച്ചെടുത്തെന്നറിയപ്പെടുന്ന ആ കുടുംബത്തിൽ ഇരുളിൻ്റെ കരുത്ത് നിലങ്ങൾ വന്നൊരു കാലഘട്ടത്തിൽ 2000 അറിഞ്ഞ ക്രിസ്തുവുമായിട്ട് ആദ്യമായി 10 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അങ്കിൾ സുധീർ ഗ്രൂപ്പ് എൻ്റെ ഗ്രാമത്തിൽ കാലെടുത്ത് വയ്ക്കുവാനിടയായി. നാട്ടുകാരൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ദേഷ്യമുണ്ടായി. നിനക്ക് നിന്റെ പാട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാടിന് മേലാൽ നീക്കി നാട്ടിൽ കയറി പോകരുതെന്ന് പറഞ്ഞ മനുഷ്യനെ മൃഗീയമായി മർദ്ദിച്ച് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബൈബിളൊക്കെ വിളിച്ചു വാരി കത്തിച്ച് കളഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ. എന്നാൽ ഞാനില്ലാത്ത രാത്രികളിൽ സുബോധമില്ലാതെ 8 ടാബ്ലറ്റുകൾ വരെ കഴിച്ച് അല്പം ഉറങ്ങുന്ന എൻ്റെ പിതാവിൻ്റെ അടുക്കൽ സധൈര്യം എൻ്റെ അങ്കിൾ സുധീർ കുറിപ്പെത്തുമായിരുന്നു. പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ കാണുന്നത് ഞാനില്ലാത്ത രാത്രികളിലും ഞാനില്ലാത്ത സൺഡേകളിലും എൻ്റെ പിതാവ് BS കൃഷ്ണപിള്ളയും എൻ്റെ അമ്മ സത്യമ്മയും എൻ്റെ അനുജൻ ബിനു കൃഷ്ണനും എൻ്റെ മുത്തശ്ശി ലക്ഷ്മി അമ്മയും എൻ്റെ മുത്തശ്ശൻ NC പിള്ളയും എൻ്റെ കുഞ്ഞമ്മമാരും ചിറ്റപ്പന്മാരും ഒക്കെ ഈ അരുമനാഥനാകുന്ന ദൈവത്തെ ആരാധിക്കുവാൻ സഭകളിലേക്ക് കടന്നു പോകുന്നതും പിന്നീട് പെട്ടെന്നൊന്നുമല്ല, ഒരു 3-4 മാസങ്ങൾ കഴിയുമ്പോൾ ഞാൻ കാണുന്നത് 8 ടാബ്ലറ്റുകൾ വരെ കഴിച്ച് അല്പം മാത്രം ഉറങ്ങിയിരുന്ന എൻ്റെ പിതാവ് തൻ്റെ പെട്ടാളച്ചിട്ടയിൽ എന്തതിശയമേ ദൈവത്തിന് സ്നേഹമെന്ന് പാടി സമാധാനത്തോട് ഉറങ്ങുന്നതും കണ്ട് അവൻ സ്തോത്രം, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ രക്ഷ പ്രാപിപ്പാൻ നൽകപ്പെട്ട ഒരു നാമമുണ്ട്, പ്രത്യാശ നൽകുന്നൊരു നാമമുണ്ടെന്ന് അവൻ സ്തോത്രം അംഗീകരിക്കുവാൻ, ഏക രക്ഷിതാവാകുന്ന ക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ എനിക്ക് കഴിഞ്ഞ ദൈവത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഏത് പ്രശ്നത്തിലൂടെയും നിങ്ങൾ കടന്നു പോകട്ടെ, നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ഏക രക്ഷിതാവാകുന്ന ക്രിസ്തുവിൻ്റെക്ക് കടന്നു വരുവാൻ നിങ്ങൾക്ക് ഏവർക്കും ഇടയാകട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സമീപിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദൈവം ഏക രക്ഷിതാവായ ദൈവമാണ്. കരമുയർത്തി ഒന്ന് പറഞ്ഞ്, നമ്മുടെ ദൈവം ഏക രക്ഷിതാവായ ദൈവമാണ്. ആമേൻ, സ്തോത്രം. അവൻ നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവമാണ്. നമുക്കറിയാവുന്ന ഒരു പാട്ടിൻ്റെ ചരണം ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ, ഏക രക്ഷിതാവാകുന്ന ദൈവത്തെ സ്തുതിപ്പാൻ നമുക്കിടയാകുമാറാകട്ടെ. നാണക്കേടില്ലാതെ ആമേൻ, സ്തോത്രം, സത്യസന്ധതയ്ക്ക് വേണ്ടി നിൽക്കുവാൻ, പാരമ്പര്യങ്ങളും മഹത്വങ്ങളും ഒക്കെ വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. Shanti